അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാനീയ വ്യക്തിത്വങ്ങളെ, മറ്റു വിദ്യാർത്ഥിനികളെ, അറിവാണ് ചെറുത്തുനിൽപ്പ് എന്ന പ്രമേയത്തിൽ ജാമിയ നദവിയ MSM ആൻഡ് MGM സ്റ്റുഡൻസ് യൂണിയൻ സംഘടിപ്പിക്കുന്ന ദഅവാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസത്തിലെ ആദ്യത്തെ സെഷനിലാണ് നാം ഓരോരുത്തരും സംഗമിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് നമ്മൾ ഈ ഒരു സെഷനിൽ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം പ്രമാണ വായനയുടെ രീതിശാസ്ത്രം എന്ന ഏറെ പ്രസക്തമായ ഒരു വിഷയമാണ്. നമുക്കറിയാം, ദീനുൽ ഇസ്ലാം അത് പ്രമാണബദ്ധമാണ്. വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെയും അടിസ്ഥാനത്തിലാണ് ദീനുൽ ഇസ്ലാമിലെ ഓരോ വിശ്വാസങ്ങളും ഓരോ പ്രവർത്തനങ്ങളും. യഥാർത്ഥ പ്രമാണങ്ങൾ മനസ്സിലാക്കുമ്പോഴേ യഥാർത്ഥ ദീനുൽ ഇസ്ലാം അനുശാസിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പലപ്പോഴും പ്രമാണങ്ങൾ മനസ്സിലാക്കുന്നതിലെ അജ്ഞതയും അപജയവുമാണ് പലപ്പോഴും ഇസ്ലാമിൽ തന്നെ പല അവാന്തര കക്ഷികളും പല വ്യതിയാന കക്ഷികളും രൂപപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ. അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാമിൽ പ്രമാണങ്ങൾക്ക് വലിയ സ്ഥാനമാണുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയാണ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രമാണങ്ങൾ ഏത് രൂപത്തിലാണ് മനസ്സിലാക്കേണ്ടത്? പ്രമാണങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ മാനദണ്ഡം എന്തൊക്കെയാണ്? പ്രമാണ വായനയുടെ രീതിശാസ്ത്രം എങ്ങനെയാണ് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയാണ് ഇൻഷാ അല്ലാ ഇവിടെ നടക്കാനിരിക്കുന്നത്. ഞാൻ അധികമായി കൊണ്ട് സംസാരിക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിക്കൊണ്ട് ഈയൊരു സെഷൻ്റെ മോഡറേറ്ററായി ബഹുമാനപ്പെട്ട അധ്യാപകൻ അബ്ദുൽ അസീസ് മദീനിയാണ്. അദ്ദേഹത്തെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ പ്രമാണ വായനയുടെ രീതിശാസ്ത്രം എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാന്യരായ പണ്ഡിതന്മാരായ നസീറുദ്ദീൻ റഹ്മാനി, കൊമ്പൻ മുഹമ്മദ് മൗലവി, അതുപോലെ തന്നെ അബ്ദുൽ അസീസ് മൗലവി എന്നിവരാണ്. അവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സെഷനിൽ നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നത് സ്റ്റുഡൻസ് യൂണിയൻ ജനറൽ ക്യാപ്റ്റൻ ഫായിദ് പൊന്നാനിയാണ്. അദ്ദേഹത്തെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സെഷൻ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഒരു സെഷൻ്റെ ഉത്തരവാദിത്തം മോഡറേറ്ററെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വബഅദ്. സ്നേഹാദരണീയരായ വിഷയാവതരകരായ നസറുദ്ദീൻ റഹ്മാനി സാബ്, കൊമ്പൻ മുഹമ്മദ് മൗലവി സാബ്, അബ്ദുൽ അസീസ് മൗലവി സാബ്, സദസ്സിലും അടുത്തും പരിസരത്തുമായി ഇരിക്കുന്ന ബഹുമാന്യരായ കേൾവിക്കാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറിവാണ് ചെറുത്തുനിൽപ്പ് എന്ന ശീർഷകത്തിൽ ജാമിയ നദവിയ വിദ്യാർത്ഥി യൂണിയൻ സംഘടിപ്പിക്കുന്ന ദ്വിദിന സമ്മേളനത്തിൻ്റെ പ്രഥമ സെഷൻ പ്രമാണ വായനയുടെ രീതിശാസ്ത്രം എന്ന ഇസ്ലാമിക പ്രമാണ വായനയുടെ ഹൃദയസ്ഥാനത്തുള്ളതും സമകാലീന സമൂഹത്തിൽ ഏറെ പ്രസക്തവുമായ ഒരു വിഷയമാണ് നാം ചർച്ചക്കെടുത്തിട്ടുള്ളത്. ഇത് വെറും വാചക വായനയോ വ്യക്തിഗത അഭിപ്രായ പ്രകടനമോ അല്ല,
മറിച്ച് ഖുർആൻ, ഹദീസ്, ഇജ്മാഅ്, ഖിയാസ് എന്നിവയിൽ നിന്നും ശാസ്ത്രീയമായും സുതാര്യമായും ക്രമബദ്ധമായും രൂപപ്പെട്ട ഒരു രീതിശാസ്ത്രമാണ്. വിശുദ്ധ ഖുർആൻ വായനയിൽ പൂർവസൂരികളായിട്ടുള്ള പണ്ഡിതന്മാർ ചില മൗലിക തത്വങ്ങൾ പാലിച്ചിട്ടുണ്ട്. അറബി ഭാഷയുടെ വ്യാകരണം, അർത്ഥവ്യത്യാസങ്ങൾ, ശൈലി, ഇവയിലെ അവബോധം, ആയത്തുകളുടെ അവതരണ, ചരിത്ര, സാമൂഹിക പശ്ചാത്തലം, ഇവയിലെ അവബോധം, റദ്ദാക്കലിൻ്റെയും പ്രാബല്യത്തിൻ്റെയും ശാസ്ത്രം, ശരീഅത്തിൻ്റെ അന്തിമ ലക്ഷ്യങ്ങൾ, നീതി, കരുണ, ഇവയെ അവഗണിച്ചുള്ള വായന ഖുർആനിൻ്റെ ആത്മാവിനെ വികൃതമാക്കാൻ ഇടവരുത്തും. ഹദീസ് വായനയും വിമർശനാത്മക സമീപനവും സുന്നത്ത് വായനയിൽ ഇസ്ലാം വികസിപ്പിച്ചെടുത്തത് ഏറെ ശാസ്ത്രീയമായ വിമർശന രീതിയാണ്. വാചക പരമ്പരയുടെ വിശ്വാസ്യത, വാചകത്തിൻ്റെ അർത്ഥവും ഖുർആനുമായുള്ള പൊരുത്തം, ചരിത്ര സാധ്യത, ഇതിലൂടെ അന്ധവിശ്വാസത്തിനോ വിജ്ഞാനരഹിതമായ അനുകരണത്തിനോ ഇടമില്ലാത്ത ഒരു വിജ്ഞാന പരമ്പരയാണ് ഇസ്ലാം രൂപപ്പെടുത്തിയത്. ഇസ്ലാമിക പ്രമാണ വായനയുടെ കേന്ദ്ര തത്വങ്ങളിലൊന്നാണ് ഇജ്തിഹാദ്. പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പുതിയ സാഹചര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ദിഷണാശ്രമം. കാലം മാറുമ്പോൾ പ്രശ്നങ്ങളും മാറുന്നു, എന്നാൽ പ്രമാണങ്ങൾ സ്ഥായിയാണ്. ഈ രണ്ട് വസ്തുതകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഇജ്തിഹാദ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഒരു നിർജീവ മതമല്ല, മറിച്ച് സജീവവും ചലനാത്മകവുമായ ഒരു ധാർമ്മിക ദർശനമാണ്. ഇന്നത്തെ ലോകത്ത് ഇസ്ലാമിക പ്രമാണങ്ങളെ ഭാഗികമായി വായിക്കുക, അനവസരത്തിൽ ഉദ്ധരിക്കുക, ആക്രമണത്തിനും അസഹിഷ്ണുതകൾക്കും ഉപകരണമാക്കുക എന്ന പ്രവണതകൾ നമുക്ക് കാണാൻ കഴിയും. ഇവയ്ക്കെതിരായ ഏറ്റവും ശക്തമായ മറുപടി ശരിയായ രീതിശാസ്ത്രമുള്ള പ്രമാണ വായന തന്നെയാണ്. അറിവില്ലാത്ത ആവേശമല്ല, അറിവോടുകൂടിയ വിശ്വാസമാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. ഇസ്ലാമിക പ്രമാണ വായനയുടെ രീതിശാസ്ത്രം മതത്തെ വിരുദ്ധനാക്കുന്ന ഒരു ആയുധമല്ല, മറിച്ച് മനുഷ്യനെ നീതിയിലേക്കും സമാധാനത്തിലേക്കും മാനവികതയിലേക്കും നയിക്കുന്ന ഒരു ബോധന രീതിയാണ്. ഈ വിഷയത്തിൽ ഇന്ന് നടക്കുന്ന ചർച്ചകൾ നമ്മുടെ ദിഷണ പരമ്പരയെ ശക്തിപ്പെടുത്തുകയും യുവതയ്ക്ക് ശരിയായ ദിശാബോധം നൽകുകയും ചെയ്യുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയാവതാരകർ തങ്ങളുടെ വിഷയങ്ങളോട് നീതി പുലർത്തി യുക്തിഭദ്രമായി അവതരിപ്പിക്കുമെന്ന പ്രതീക്ഷയോടെ എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ഈ അവസരം എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് നമ്മോട് പണ്ഡിത പ്രമുഖരായിട്ടുള്ള നസറുദ്ദീൻ റഹ്മാനി സാബ്, അതുപോലെ തന്നെ കുമ്പൻ മുഹമ്മദ് മൗലവി സാബ്, അബ്ദുൽ അസീസ് സാബ് എന്നിവർ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നതാണ്. ആദ്യമായി റഹ്മാനി സാഹിബിനെ വിഷയാവതരണത്തിനായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സദസ്യർക്ക് സംശയം ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് പ്രസംഗം ശ്രദ്ധിച്ച് കേൾക്കുകയും അവനവനുള്ള സംശയങ്ങൾ നോട്ട് ചെയ്യുകയും ചോദിക്കുകയും ചെയ്യാം. ഒരാളുടെ അവതരണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്
الحمد لله رب العالمين الصلاة والسلام على نبينا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد فقد قال الله سبحانه وتعالى في القرآن المجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കൃത്യവും വ്യക്തവുമായ വെളിച്ചം കൊണ്ട് അവരുടെ ജീവിതത്തിന് ദിശാബോധം നൽകിയിട്ടുള്ള മതമാണ്. അതിൻ്റെ ഓരോ മേഖലകളും കേവലം മനുഷ്യ നിർമ്മിത നിയമങ്ങളുടെയോ അവരുടെ ചിന്തകളിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയങ്ങളുടെയോ കാലങ്ങൾക്കനുസൃതമായി മനുഷ്യൻ നേരിടുന്ന വിഷയങ്ങളിൽ അവനെടുക്കുന്ന തീരുമാനങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഈ മതം അള്ളാഹുവിൻ്റേതാണ്. അതുകൊണ്ട് തന്നെ ആ മതത്തിൻ്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാന മേഖലകളെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങിക്കൊണ്ടായിരിക്കണം എന്നതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാമല്ലാത്ത ഒന്നിനെ ഒരാൾ മതമായി സ്വീകരിച്ചാൽ അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് മതത്തിൻ്റെ ആശയങ്ങൾ ആദർശങ്ങളെല്ലാം കൃത്യമായ പ്രമാണങ്ങൾക്ക് അടിസ്ഥാനത്തിലായിരിക്കണം എന്നതാണ്. പ്രമാണം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. അടിസ്ഥാനപരമായി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രമാണം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിൻ്റെ വിശദീകരണമായി അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വിശദീകരിച്ചു കൊടുക്കണം എന്ന് അള്ളാഹു അറിയിക്കുകയും ആ വിശദീകരണം അള്ളാഹു പ്രവാചകന് മറ്റൊരു രൂപത്തിൽ നൽകുകയും അഥവാ വഹിയായി തന്നെ നൽകുകയും ആ വിശദീകരണവും പ്രമാണമായി മനസ്സിലാക്കണം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? പ്രമാണം പരിശുദ്ധ ഖുർആനായതുകൊണ്ട് തന്നെ ആ ഖുർആനിനെ എങ്ങനെ മനസ്സിലാക്കണം? ഖുർആനിൻ്റെ അക്ഷരങ്ങളെ ചേർത്ത് വെച്ച് ഖുർആനിൻ്റെ പദങ്ങളെ ഡിക്ഷണറി ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കി അർത്ഥം മനസ്സിലാക്കി അതാണ് ഖുർആൻ പറഞ്ഞത് എന്ന് മനസ്സിലാക്കുകയാണോ? അങ്ങനെയല്ല. ഖുർആൻ മനസ്സിലാക്കേണ്ടത് ഖുർആൻ ഇറങ്ങിയത് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ ആ ആയത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് വിശദീകരണമാണോ നൽകിയത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ എന്ത് നിയമമാണോ പഠിപ്പിച്ചത്, അതോടൊപ്പം തന്നെ ആ ആയത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് എന്താണ്, അതിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഖുർആൻ എന്ന പ്രമാണത്തെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എനിക്ക് ഖുർആൻ വായിച്ചപ്പോൾ മനസ്സിലായത് ഇങ്ങനെയാണ്, ഞാൻ ഖുർആനിൻ്റെ ആശയം മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് തോന്നിയത്, അതുകൊണ്ട് അതായിരിക്കും അതിൻ്റെ അർത്ഥം അതിൻ്റെ ആശയം എന്ന് മനസ്സിലാക്കുന്നത് അബദ്ധമാണ്, തെറ്റാണ്. അത് പരിശുദ്ധ ഖുർആൻ എന്ന പ്രമാണത്തെ തള്ളിക്കളയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ എന്ന പ്രമാണത്തെ മനസ്സിലാക്കേണ്ടത് പ്രവാചകനിലൂടെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
പരിശുദ്ധ ഖുർആൻ എങ്ങനെ മനസ്സിലാക്കണമെന്ന് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും സ്വഹാബ അത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സ്വഹാബത്ത് അതിന് കൃത്യമായി മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് അത് പിൻഗാമികൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ആ രൂപത്തിലാണ് പരിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ നമ്മുടെ അടിസ്ഥാന പ്രമാണമാണ്. ആ പ്രമാണത്തോട് യോജിച്ചു നിൽക്കുന്ന മറ്റൊന്നാണ് പ്രവാചകന്റെ സുന്നത്ത് എന്നറിയപ്പെടുന്ന, നമ്മളിപ്പോൾ സാധാരണ ഹദീസുകൾ എന്ന് പറയപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനിഷേധ്യമായി സ്വഹീഹായി അറിയപ്പെട്ടത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കുറ്റമറ്റ പരമ്പരയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസുകൾ, ഇതാണ് പ്രമാണമായി മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇജ്മാഅ് പ്രമാണമാണ്, ഖിയാസ് പ്രമാണമാണ് എപ്പോൾ ഇത് രണ്ടും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനോടും അനുഗുണമായി നിൽക്കുമ്പോൾ മാത്രം. ഒരു നാട്ടിലെ ജനങ്ങൾ, മുസ്ലിമീങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു വിഷയത്തിൽ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം ആ മുസ്ലിങ്ങളുടെ പണ്ഡിതന്മാരുടെ, പാമരന്മാരുടെ, അവിടെയുള്ള മുഴുവൻ ആളുകളുടെയും സംഘമായെടുത്ത തീരുമാനമാണ് എന്നതുകൊണ്ട് മാത്രം അത് അംഗീകരിക്കപ്പെടില്ല. ആ ഇജ്മാഅ് എന്ന് പറയപ്പെടുന്നത് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകന്റെ ചര്യക്കും അനുസരിച്ചാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടും എന്നല്ലാതെ ഒരിക്കലും ഇജ്മാഅ് എന്ന നിലക്ക് പ്രമാണമേ അല്ല. അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകന്റെ ചര്യയുമാണ് അടിസ്ഥാന പ്രമാണം. ഇനി ഖിയാസ് എന്ന് പറഞ്ഞാൽ ഇജ്മാഇന് പോലെ തന്നെ മറ്റൊന്ന് താരതമ്യ പഠനം എന്നാണ് പറയുക. ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നിയമം നിർദ്ധാരണം ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിനും പ്രമാണത്തിൻ്റെ വായനയില്ലാതെ ഖിയാസ് തുലനപ്പെടുത്തുക എന്നത് ഒരിക്കലും സ്വീകാര്യമല്ല. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത്, അടിസ്ഥാനപരമായി പരിശുദ്ധ ഖുർആൻ അതാണ് വിശ്വാസികൾക്ക് പ്രമാണം. ആ ഖുർആനിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന, ഖുർആനിലൂടെ പ്രവാചകന്റെ ചര്യയിലൂടെ അവിടുന്ന് പഠിപ്പിച്ചു തന്ന ആശയങ്ങൾ, അതും പ്രമാണമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ പുതിയൊരു ചർച്ച കടന്നു വന്നിട്ടുണ്ട്. ആ ചർച്ച കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് സലഫികൾക്കിടയിൽ ഈ അടുത്ത കാലത്ത് കടന്നു വന്ന ഒരാശയം, അതായത് ഈ വിഷയത്തിൽ പ്രമാണങ്ങളായി അല്ലെങ്കിൽ നമുക്ക് മടങ്ങാനുള്ള സോഴ്സായി പഠിപ്പിക്കപ്പെടുന്നത് ധാരാളം പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ. പണ്ഡിതന്മാരിലേക്ക് മടങ്ങണം, കാരണം അവരാണ് വിവരമുള്ളവർ. അവർ എഴുതി വെച്ച ഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങണം. അതാണ് ഏറ്റവും സൂക്ഷ്മമായി എഴുതപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ, നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിൽ ഇമാമുമാരിലേക്കും കിതാബുകളിലേക്കും മടങ്ങണം എന്നൊരു പുതിയ ആശയം, അതൊരു പുതിയ ആശയമല്ല. കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ശക്തമായി വേരൂന്നുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരാശയമായിരുന്നു അത്. കാരണം ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ ധാരാളമുണ്ട്, ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. ആ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങിയാൽ മാത്രമേ യഥാർത്ഥ ദീന് മനസ്സിലാവുകയുള്ളൂ എന്ന പ്രചണ്ഡമായ പ്രചാരണം, അന്ധമായ അനുകരണത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രചാരണം, ഈ ആശയങ്ങൾക്ക് കടക്കൽ കത്തിവെച്ചുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഭൂമിക ഇവിടെ വളർന്നു വരുന്നത്. അവിടെയാണ് ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ് മടങ്ങേണ്ടത്. അതാണ് അടിസ്ഥാന പ്രമാണം എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തത്. എന്നാൽ ആ പഴയ കാലത്തിലേക്കുള്ള തിരിച്ചുപോക്കിൻ്റെ പാതയിൽ അതേ ആശയത്തെ സലഫി വീക്ഷണപ്രകാരം അവതരിപ്പിക്കുന്ന വലിയൊരു അപകടം നമ്മുടെ മുന്നിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ ഒരായത്ത്, പരിശുദ്ധ ഖുർആനിൻ്റെ 4-ാം അധ്യായം സൂറ അന്നിസാ, അതിൻ്റെ 59-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വ അതീഉർ റസൂല വ ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅ്തും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വ അഹ്സനു തഅ്വീല.
പരിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിലെ 59-ാമത്തെ വചനമാണ്. അള്ളാഹു പറയാൻ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല വ ഉലിൽ അംരി മിൻകും, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അവൻ്റെ ദൂതനെ അനുസരിക്കണം, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണം. ഫഇൻ തനാസഅതും, ഇതാണ് ശ്രദ്ധിക്കേണ്ട ഭാഗം, ഇതാണ് ശ്രദ്ധിക്കേണ്ട ഭാഗം. ഫഇൻ തനാസഅതും, ഇനി നിങ്ങൾ തർക്കത്തിലായാൽ, പിണക്കത്തിലായാൽ, മതപരമായ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയിൽ നിങ്ങളായാൽ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങണം, അയൽ ഖുർആൻ, റസൂലിലേക്ക് മടങ്ങണം, അള്ളാഹുവിൻ്റെ റസൂൽ അവിടുന്ന് പഠിപ്പിച്ചു തന്ന ആശയങ്ങളിലേക്ക് മടങ്ങണം. ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, ദാലിക ഖൈറുൻ, അതാണ് ഉത്തമം, വ അഹ്സനു തഅ്വീലൻ, ഏറ്റവും നല്ല പര്യവസാനവും അതാണ്. ഇവിടെ വലിയൊരാശയം അള്ളാഹു പഠിപ്പിക്കുന്നു. ഇബ്നു കസീർ റഹിമഹുല്ല ഈ ആയത്തിന് വിശദീകരണം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, വഹാദ അംറു മിനല്ലാഹ് അസ്സ വജൽ ബിഅന്ന കുല്ല ശൈഇൻ തനാസഅ അന്നാസു ഫീഹി മിൻ ഉസൂലിദ്ദീനി വഫുറൂഇഹി അൻ യറുദ്ദ തനാസുഅ ഫീ ദാലിക ഇലൽ കിതാബി വസ്സുന്ന. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നത്, അള്ളാഹുവിൽ നിന്നുള്ളൊരു കൽപ്പനയാണിത്. എന്താണ് ആ കൽപ്പന? ബിഅന്ന കുല്ല ശൈഇൻ തനാസഅ അന്നാസു ഫീഹി മിൻ ഉസൂലിദ്ദീനി വഫുറൂഇഹി, ദീനിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിലോ ശാഖാപരമായ കാര്യങ്ങളിലോ ആളുകൾ പരസ്പരം തർക്കത്തിലായാൽ, ആ തർക്കത്തിലാകുന്ന ഏതൊരു കാര്യവും അയ്യറുദ്ദ തനാസുഅ ഫീ ദാലിക ഇലൽ കിതാബി വസ്സുന്ന, ആ തർക്കത്തിന് മടക്കേണ്ടത് ഇമാമുകളുടെ കിതാബുകളിലേക്കല്ല, ഏതെങ്കിലും ഇമാമുമാരുടെ ചർച്ചകളിലേക്കല്ല, മറിച്ചു മടക്കേണ്ടത് അള്ളാഹുവിൻ്റെ കിതാബിലേക്ക്, പരിശുദ്ധ ഖുർആനിലേക്കാണ്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒറ്റ വാചകം കൂടി അതിലേക്ക് ചേർത്ത് വെക്കാം. ഇബ്നു കസീർ റഹിമഹുല്ല അതിനുശേഷം അദ്ദേഹം ഒരായത്ത് കൊണ്ട്, വമഖ്തലഫ്തും ഫീഹി മിൻ ശൈഇൻ ഫഹുക്മുഹു ഇലല്ലാഹ്, ഏതൊരു കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായ ഭിന്നതയിലായാൽ അതിൻ്റെ ഹുക്മ് അള്ളാഹുവിലേക്കാണ്. ഫമാ ഹക്കമ ബിഹി കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹി വശഹിദ ലഹു ബിസ്സിഹ്ഹ ഫഹുവൽ ഹഖ് വമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ. അതെ, അള്ളാഹുവിൻ്റെ കിതാബും പ്രവാചകന്റെ സുന്നത്തും ഏതൊരു ഹുക്കുമാണോ നിശ്ചയിച്ചത്, ഏതൊരു കാര്യമാണോ ശരിയായി സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്, അതാണ് സത്യം, ആ സത്യമാണ് സ്വീകരിക്കേണ്ടത്. ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ, സത്യത്തിന് ശേഷം വഴികേടല്ലാതെ വേറെ എന്താണ് ഉണ്ടാവുക എന്ന് അദ്ദേഹം അതിന് വിശദീകരണം കൊടുത്തത് കാണാം. അപ്പോൾ ഗൗരവത്തിൽ നമ്മൾ കാണണം, പരിശുദ്ധ ഖുർആനിലേക്കും പ്രവാചക ചര്യയിലേക്കുമുള്ള സമ്പൂർണമായ മടക്കമാണ് പ്രമാണ വായനയുടെ രീതിശാസ്ത്രം. പ്രമാണം വായിക്കേണ്ടതിൻ്റെ രീതിശാസ്ത്രം അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു കിതാബിലേക്ക് മടങ്ങി എന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു കിതാബിലേക്ക് മടങ്ങിയാൽ അതല്ലാത്ത വേറൊരു കിതാബിൽ അതിന് വിരുദ്ധമായ വേറൊന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഇനി വേറൊരു കിതാബിലേക്ക് മടങ്ങിയാൽ അവിടെ അത് രണ്ടുമല്ലാത്ത വേറൊന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു ഇമാമിൻ്റെ ഖൗലിലേക്ക് മടങ്ങിയാൽ ആ ഇമാമിന് കാര്യം മനസ്സിലാക്കാതെ പറഞ്ഞതാകുമോ ഇല്ലേ എന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം ലോകത്തെ ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാരായി അറിയപ്പെടുന്നത് 4 പണ്ഡിതന്മാരെയാണല്ലോ. അതെ, ഒന്നാമത്തത് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ അൻ-നുഅ്മാൻ അൽ-കൂഫി റഹിമഹുല്ല. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലയാണ്. അദ്ദേഹത്തിൻ്റെ ആളുകളെയും അസ്ഹാബുർ റഈ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. പക്ഷേ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല അദ്ദേഹം വളരെ വ്യക്തമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു കാര്യം, ഞാൻ സമൂഹത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദീന് പ്രചരിപ്പിക്കുന്നയാളാണ്. സ്വഹാബത്തിൽ നിന്ന് ദീന് കേട്ടിട്ടുമുണ്ട് അദ്ദേഹം. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ അബദ്ധം പറ്റാം, അദ്ദേഹം പറഞ്ഞതിൽ ശരിയുമുണ്ടാവാം. അബദ്ധത്തിൻ്റെ കൂടെ നിൽക്കലല്ല, ശരിയുടെ കൂടെ പ്രമാണങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നതിൻ്റെ കൂടെ നിൽക്കലാണ് പ്രമാണ വായനയുടെ ഏറ്റവും നല്ല രീതിശാസ്ത്രം. അതവർ പറഞ്ഞിട്ട് പോയി. അതെ, മഹാനായ മാലിക് ബിൻ അനസ് റഹിമഹുല്ല 2ാമത്തെ മദ്ഹബിൻ്റെ ഇമാമായി അറിയപ്പെടുന്ന മഹാനാണ്.
അദ്ദേഹവും ലോകത്തോട് വിളിച്ചു പറഞ്ഞ അത്ഭുതകരമായൊരു വർത്തമാനമുണ്ട്. ലോകത്ത് തെറ്റുപറ്റാത്തതായി ഒരൊറ്റയാളേ ഉള്ളൂ. അത് മനുഷ്യകുലത്തിൻ്റെ നേതാവ് സയ്യിദുന വ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. വേറെ ഏതൊരാളും എത്ര പ്രഗത്ഭനാണെങ്കിലും അയാൾ മനുഷ്യനാണ് എന്നതുകൊണ്ട് തന്നെ അയാൾക്ക് അബദ്ധം പറ്റാം. അയാളുടെ അബദ്ധം പേറലല്ല പിൻഗാമികളുടെ പ്രത്യേകത. അയാൾ പറഞ്ഞ സുബദ്ധത്തിൻ്റെ പ്രമാണം പരിശോധിച്ച് അതിൻ്റെ കൂടെ നിൽക്കുക എന്നതാണ് പ്രമാണ വായനയുടെ രീതിശാസ്ത്രം. മൂന്നാമത്തത് ഭൂമി മുഴുവനും വിജ്ഞാനം കൊണ്ട് നിറക്കുമെന്നൊക്കെ നമ്മുടെ സമൂഹത്തിൽ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്ന മഹാനായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരാശയമുണ്ട്. ഞാൻ മനുഷ്യനാണ്, ശരി വരാം, തെറ്റ് വരാം. ഞാൻ പറഞ്ഞതിലെ ശരിയെ നിങ്ങൾ സ്വീകരിക്കണം, തെറ്റിനെ നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല എന്നു മാത്രമല്ല, തൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും അദ്ദേഹം കഴിച്ചുകൂട്ടിയ പ്രദേശത്ത് നിന്ന് മടങ്ങി വന്ന് ഈജിപ്തിലെത്തുമ്പോഴേക്ക് അദ്ദേഹം മനസ്സിലാക്കിയ വിഷയങ്ങളിൽ ധാരാളം അബദ്ധങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അത് മുഴുവനും തിരുത്താൻ തയ്യാറായ വ്യക്തിത്വമാണ് മഹാനായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹിമഹുല്ലാ. അതുകൊണ്ട് തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ വിജ്ഞാനം ആർജിച്ചെടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വിജ്ഞാന കുതുകിയെ സംബന്ധിച്ചിടത്തോളം ശാഫിഈ ഇമാമിൻ്റെ വിജ്ഞാനീയങ്ങളിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിന് ഖദീമും ജദീദുമായ രണ്ട് തരം അഭിപ്രായങ്ങൾ ഉള്ളതായി നമുക്ക് കാണാൻ കഴിയും. പ്രമാണങ്ങളോട് തട്ടിച്ചു നോക്കിയപ്പോൾ തൻ്റെ പല അഭിപ്രായങ്ങളും അബദ്ധമാണെന്ന് തിരിച്ചറിഞ്ഞ് തിരുത്താൻ ആർജവം കാണിച്ച മഹാമനീഷിയാണ് മഹാനായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ. അദ്ദേഹത്തെ തൊണ്ട തൊടാതെ വിഴുങ്ങലല്ല, അദ്ദേഹത്തെ പൂർണ്ണമായും പിൻപറ്റലല്ല, പ്രമാണങ്ങളോട് യോജിച്ചത് സ്വീകരിക്കണമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. നാലാമത്തെ മദ്ഹബിൻ്റെ ഇമാം എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയാണ്. അദ്ദേഹവും ലോകത്തോട് വിളിച്ചു പറഞ്ഞത് സമാനമായത് തന്നെയാണ്. അങ്ങനെ ലോകത്ത് കടന്നുപോയ പണ്ഡിതന്മാരാരും തന്നെ ഞങ്ങളിലേക്ക് മടങ്ങണം എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല, ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങണം എന്നും പ്രഖ്യാപിച്ചിട്ടില്ല. ഗ്രന്ഥങ്ങളിലേക്കും ഇമാമുകളിലേക്കുമല്ല, അടിസ്ഥാനപരമായി പ്രമാണത്തെ മനസ്സിലാക്കുമ്പോൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ് മടങ്ങേണ്ടത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ ഏത് കാര്യങ്ങളിലും, അത് വിശ്വാസമാവട്ടെ, കർമ്മമാവട്ടെ, ആചാരമാവട്ടെ, ഏതു ഭാഗങ്ങളാവട്ടെ, അവിടെയെല്ലാം പ്രമാണങ്ങൾ എന്തു പറയുന്നോ അത് സ്വീകരിക്കുക എന്നതാണ്. പ്രമാണങ്ങളോടുള്ള സമീപനം സമിഅനാ വ അതഅനാ എന്നതാണ്. ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു എന്നതാണ്. കാരണം പ്രമാണത്തിൽ സത്യമല്ലാത്തത് ഒന്നും ഉണ്ടാവുകയില്ല. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞൊരു വാക്കുകൂടി ചേർത്ത് വെക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾ എഴുതി രേഖപ്പെടുത്തി വെച്ചൊരു സ്വഹാബി. ചില ആളുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വൈകാരികമായി സംസാരിച്ചിട്ടുണ്ടാകാം, അവിടുന്ന് തൃപ്തിയുള്ള സമയത്ത് സംസാരിച്ചിട്ടുണ്ടാവാം, അവിടുന്ന് കോപമുള്ള സമയത്ത് സംസാരിച്ചിട്ടുണ്ടാവാം. എഴുത്തിൽ ഈ വൈകാരിക തലങ്ങളൊന്നും കൊണ്ടുവരാൻ സാധ്യമല്ലല്ലോ. അതെ, ഇമോഷൻസ് ഒരിക്കലും എഴുത്തിലുണ്ടാകില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എഴുതി വെച്ചാൽ പിന്നീട് വായിക്കുന്ന ആളുകൾക്ക് അത് കൃത്യമായി ബോധ്യപ്പെടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എഴുതി വെക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എഴുത്തു നിർത്തി. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ വിഷയം ഞാൻ പറഞ്ഞു. അപ്പോൾ റസൂല പറഞ്ഞു, ഉക്തുബു ഉക്തുബ്, എഴുതിക്കോളൂ, നിങ്ങൾ എഴുതിക്കോളൂ. ഈ വായിൽ നിന്ന് സത്യമല്ലാത്തതൊന്നും വരില്ല, ഈ നാവിൽ നിന്ന് സത്യമല്ലാത്തതൊന്നും വരില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ഉറപ്പ്, പ്രമാണത്തിൽ വരുന്നത് മാത്രമാണ് സത്യം. അതല്ലാതെ വരുന്നതെല്ലാം ആളുകൾക്കിടയിൽ അഭിപ്രായ ഭിന്നതകളും പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ടാണ് സൂറത്ത് നിസായിലെ 59-ാമത്തെ വചനം അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞത്, ദാലിക ഖൈറുൻ
അതാണ് ഉത്തമം. വഅഹ്സനു തഅ്വീലൻ, ഏറ്റവും നല്ല പര്യവസാനം, ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്താൻ പറ്റുന്നത് അവിടെയാണ്. ഖുർആൻ പറഞ്ഞു പ്രവാചകന്റെ ചര്യയിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് മാറേണ്ടതില്ല, സ്റ്റോപ്പ് ചെയ്യപ്പെടുകയാണ്. ഒരു ഇമാമ് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാം. കാരണം അയാൾ പറഞ്ഞതിൻ്റെ പരിശോധനയിൽ അബദ്ധമാണെന്ന് തിരിഞ്ഞാൽ അപ്പുറത്തേക്ക് നീങ്ങേണ്ടി വരും. അതുകൊണ്ട് പ്രമാണ വായനയുടെ രീതിശാസ്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകന്റെ ചര്യയും അതാണ് പ്രമാണം. അതെങ്ങനെ സമീപിക്കണമെന്ന് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു തന്നു, സ്വഹാബത്ത് അത് ജീവിതകാലത്തിൽ പകർത്തി തന്നു. അതിനെ മുൻനിർത്തിക്കൊണ്ട് അതേ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്ന് ഹ്രസ്വമായി സൂചിപ്പിക്കുകയാണ്. എത്ര വലിയ ആളാണെങ്കിലും അവരുടെ വാക്കുകളിലൊക്കെ അബദ്ധങ്ങൾ വരാം. അബദ്ധങ്ങൾ പേറലല്ല, സുബദ്ധങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്നാണ് ഉണർത്താനുള്ളത്. വല്ലാഹു സുബ്ഹാനഹു വ തആല അഅലം. അല്ലാഹുവാണ് ഏറ്റവും അറിയുന്നവൻ. വആഖിറു ദഅ്വാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ കേട്ടതിൽ നിന്ന്. ഇനി ഈ വിഷയത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ നമ്മളിവിടുന്ന് ചർച്ച ചെയ്യുകയാണ്. ആ വിഷയത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ഓരോരുത്തർ സംസാരിക്കും, ചർച്ച ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇടപെടേണ്ടതുണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഇടപെടാവുന്നതാണ്. ആ വിഷയങ്ങൾ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിഷയത്തിൻ്റെ 3 ഭാഗങ്ങളായി തിരിച്ച് ആ ഭാഗങ്ങളിലൂടെയെല്ലാം റഹ്മാനി അതിൻ്റെ ഒരു ചെറിയ വിവരണം നൽകുകയുണ്ടായി. ഇവിടെ പ്രധാനമായുമുള്ളൊരു വിഷയം, നമ്മൾ ചില ആളുകളുടെ, സലഫികൾ എന്ന് പറയുന്ന ചില ആളുകളുടെ ഇടയിലും അതുപോലെ നമ്മുടെ നാട്ടിലുള്ള അധിക മുസ്ലിങ്ങളുടെ ഇടയിലും ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഒരു വിഷയം പറഞ്ഞാൽ അത് അവസാന വാക്കായി സ്വീകരിക്കുന്ന ഒരു നിലയിലേക്ക് മാറിയിട്ടുണ്ട്. പണ്ഡിത വീക്ഷണങ്ങൾ ഏത് കാലത്തും അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിന് വ്യക്തമായ ഒരു രൂപരേഖ സലഫുകളായ പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. സ്വഹാബികളുടെ അഭിപ്രായങ്ങൾ പോലും പ്രവാചകന്റെ ഹദീസിനോട് യോജിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത്. മഹാനായ ഇമാം ഷാഫി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഉമ്മ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ കാര്യം ബോധ്യപ്പെടും. അതിൻ്റെ നമ്മുടെ കോളേജിൻ്റെ ലൈബ്രറിയിൽ ഇപ്പോൾ നിലവിലുള്ള കിതാബുൽ ഉമ്മിൻ്റെ 7-ാം ഭാഗം 191-ാമത്തെ പേജ് മുതൽ ബാബു ഇഖ്തിലാഫ് മാലിക്കും വ ഷാഫി എന്ന് പറയുന്ന അധ്യായത്തിൽ അത് പൂർണ്ണമായും നമ്മൾ വായിക്കുകയാണെങ്കിൽ ധാരാളം ഉദാഹരണങ്ങൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇവിടെ ഇമാം ഷാഫിയെ ചില ആളുകൾ എതിർത്ത ഒരു വിഷയം പറയുന്നുണ്ട്. ഇമാം ഷാഫി പറഞ്ഞത് ഇങ്ങനെയാണ്: അസ്ർ നമസ്കാരവും സുബഹി നമസ്കാരവും അത് സമയത്തിൻ്റെ അവസാനത്തിൽ നമസ്കരിക്കുകയാണെങ്കിൽ ഒരു റക്കായത്ത് മാത്രം ലഭിച്ച് അടുത്ത റക്കായത്താകുമ്പോഴേക്ക് സമയം അവസാനിച്ചു പോയാൽ സുബഹി പരിപൂർണമാകില്ല എന്നും അസർ പരിപൂർണമാകുമെന്നുള്ള ഒരു വീക്ഷണം ചില ആളുകൾ വന്നപ്പോൾ
ഇമാം ഷാഫി അതിനെ വിമർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമുക്ക് അതിൽ ആരഭിപ്രായം പറഞ്ഞാലും എത്ര വലിയ ആളുകൾ പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല. മാകാനത്ത് ഹുജ്ജത്തുന അലൈഹി ഇല്ലാ അന്നഹു ഇദാ സബത്തൽ ഹദീസു അൻ റസൂലില്ലാഹി, അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഒരു ഹദീസ് സ്ഥിരപ്പെട്ടു വന്നാൽ അതാകുന്നു നാം അവലംബിക്കുക. അതിനെതിരായി ആര് പറഞ്ഞാലും, സ്വഹാബികൾ പറഞ്ഞാലും അതിൻ്റെ ശേഷമുള്ള താബീയങ്ങളായ പണ്ഡിതന്മാരും താബീയങ്ങളായ പണ്ഡിതന്മാർ എത്ര ഉന്നതന്മാരാണെങ്കിലും ശരി പറഞ്ഞാലും അത് സ്വീകരിക്കേണ്ടതില്ല എന്ന വീക്ഷണം ഇത് തന്നെയാണ് നമ്മളും പറയുന്നത്. പണ്ഡിത അഭിപ്രായം അത് ഹദീസിനോട് യോജിച്ചാൽ, ഖുർആനിനോട് യോജിച്ചാൽ, അഥവാ ദലീലിനോട് യോജിച്ചാൽ അത് അംഗീകരിക്കുകയും അല്ലെങ്കിൽ ബഹുമാനത്തോടുകൂടെ മാറ്റിവെക്കുകയും ചെയ്യണം എന്നതാണ് നമുക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ പ്രമാണത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ നമുക്കറിയാം, നേരത്തെ റഹ്മാൻ വിശദീകരിച്ചു, വിശ്വാസവും കർമ്മപരവും അനുഷ്ഠാനവുപരമായ എല്ലാ കാര്യങ്ങളിലും നമുക്കുള്ള പ്രമാണമാണ് ഖുർആനും സുന്നത്തും എന്നുള്ളത്. ഒരു അമുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിങ്ങളുടെ ഇസ്ലാമിൻ്റെ തെളിവെന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള തെളിവുകളുടെ പേരാണ് നമ്മുടെ ഈ പ്രമാണം എന്ന് പറയും. എന്താണ് നിങ്ങൾ വിശ്വാസങ്ങൾക്കുള്ള തെളിവെന്താണ്? നമ്മുടെ ഒന്നാമത്തെ തെളിവ് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആൻ എന്നുള്ളത് മനുഷ്യൻ്റെ വാക്കുകളല്ല, അത് അള്ളാഹുവിൻ്റെ വാക്കാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ എന്ന മലക്ക് മുഖേന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതിക്കൊടുത്തിട്ടുള്ള അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് ഖുർആൻ എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് ആദ്യമായി വിശ്വസിക്കുന്നത്. അതാണ് നമ്മുടെ പ്രമാണം. ഒന്നാമത്തെ പ്രമാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രമാണമതാണ്. ആ പ്രമാണം നമ്മളോട് പറയുന്നു, അത്തിയുല്ലാഹ് വ അത്തിയുർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, പ്രവാചകനെ അനുസരിക്കണമെന്നുള്ളത്. അള്ളാഹു തന്നെ നമ്മളോട് കൽപ്പിച്ചതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണമെന്നുള്ളത്. അതിലൂടെ തന്നെ ഖുർആൻ എന്നുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കല്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് വേറെയുണ്ട്, അതിനെ അനുസരിക്കണം എന്നുള്ളത് അവിടെ നമുക്ക് ലഭിക്കും. മാത്രവുമല്ല, ഇന്ന് ചില ആളുകൾ പറയുക, നേരത്തെ റഹ്മാനി പറഞ്ഞതുപോലെ അറബി ഭാഷയിലാണ് ഖുർആനുള്ളത്. ഇന്നെല്ലാവർക്കും അതിൻ്റെ ഭാഷാപരമായിട്ട് പഠിക്കാനും സാധിക്കുന്ന ഒരു കാലഘട്ടവുമാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ സ്വന്തമായി മനസ്സിലാക്കിക്കൊണ്ട് അത് മാത്രമായിക്കൊണ്ട് തന്നെ നമുക്ക് പ്രമാണമായി സ്വീകരിച്ചാൽ പോരെ എന്ന സംശയമുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിനെതിരിൽ ഖുർആൻ തന്നെ സംസാരിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തിനാണ് ഖുർആൻ ഇറക്കിയത് എന്ന് ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടിരിക്കുന്നത് വഅൻസൽനാ ഇലൈക ദിക്റ തുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം എന്നാണ്. ഈ ഖുർആൻ നാം താങ്കൾക്ക് ഇറക്കി തന്നിരിക്കുന്നത് നിങ്ങൾ അവർക്ക് ബയാൻ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. വിശദീകരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് നേരത്തെ അദ്ദേഹം വിശദീകരിച്ചു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണത്തിലൂടെയാണ് ഖുർആൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന്. അതിനപ്പുറമായി നമുക്കെന്തെങ്കിലും ഒരു സംശയങ്ങൾ ഉണ്ടാവാം, ആ സംശയങ്ങൾ തീർത്തു തരാനും കൂടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് സൂറത്ത് നഹലിലെ തന്നെ 64-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. വമാ അൻസൽനാ അലൈക്കൽ കിതാബ ഇല്ലാ ലിതുബയ്യിന ലഹുമുല്ലദി ഇഖ്തലഫൂ ഫീഹ്, അവർക്ക് അഭിപ്രായ വിഭിന്നതയുള്ള വിഷയത്തിൽ താങ്കൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയല്ലാതെ ഈ ഗ്രന്ഥത്തെ നിങ്ങൾക്ക് അവതരിപ്പിച്ചിട്ടില്ല എന്ന്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അഭിപ്രായ വിഭിന്നതയുള്ള വിഷയങ്ങൾ ഖുർആനിൻ്റെ വെളിച്ചത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ആ വിശദീകരണമാണ് പ്രവാചക ചര്യകൾ എന്ന പേരിൽ നമ്മളിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസുകളാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇന്നത്തെ കാലയളവിൽ ഒന്നും കൂടി പരിഷ്കരിച്ചാൽ നമ്മുടെ ഇടയിൽ ചില മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഖുർആൻ അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹു പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ അതെല്ലാം നിർബന്ധമായ അവസ്ഥയും
ഹദീസിൽ ഒരു കാര്യം വന്നു എന്ന് പറഞ്ഞാൽ ഹദീസിൽ വന്ന കാര്യങ്ങളൊക്കെ സുന്നത്തായ അഥവാ എടുത്താൽ കൂലിയുള്ളതും എടുത്തില്ലെങ്കിൽ ശിക്ഷയൊന്നുമില്ലാത്ത ഒരു കർമ്മമായി മനസ്സിലാക്കിക്കൊണ്ട് ഒരു കൂട്ടർ അങ്ങനെ മാറിയിട്ടുണ്ട്. അവർക്ക് സുന്നത്ത് എന്ന് കേൾക്കുമ്പോഴേക്ക് അത് എടുത്താൽ കൂലിയില്ലാത്തൊരു കാര്യമാണല്ലോ എന്ന് മനസ്സിലാക്കണം. അതിനെക്കുറിച്ചുള്ള ചർച്ചയല്ല നമ്മുടെ ഈ സദസ്സിലുള്ളത്, മറിച്ച് പ്രമാണത്തെക്കുറിച്ചാണ്. ഖുർആൻ എന്നുള്ളത് കഴിഞ്ഞാൽ ഖുർആനിനോടൊപ്പം തന്നെയുള്ളതാണ് ഹദീസ്. അവിടെയും ചില ആൾക്കാർ പറയാ, ഇന്ന് ചില ആളുകൾ എടുക്കലുണ്ട്, ഒന്നാം പ്രമാണം രണ്ടാം പ്രമാണം എന്ന് നമ്മൾ പറയുമ്പോൾ രണ്ടും ഒരുപോലെയാണോ എന്ന് ഒരു സംശയം പറയാറുണ്ട്. എങ്ങനെ രണ്ടും ഒരുപോലെയാണ്? ഒന്ന് അള്ളാൻ്റെ കലാമല്ലേ, മറ്റൊന്ന് പ്രവാചകൻ്റെ ചര്യയല്ലേ, രണ്ടും എങ്ങനെ ഒരുപോലെയാകുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ആണ് പറഞ്ഞത് അള്ളാഹിനെ അനുസരിക്കണം, പ്രവാചകനെ അനുസരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അനുസരിക്കുന്നത് പോലെ തന്നെ നമുക്ക് പ്രധാനം തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കലും. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് അനുസരിക്കുന്നു. എന്നാൽ അള്ളാഹ് പറയാത്ത കാര്യങ്ങളിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുസരിക്കലും നമുക്ക് അനിവാര്യമാണ്. അവിടെയും ഒന്ന് മനസ്സിലാക്കാനുള്ളത്, പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എല്ലാം നിർബന്ധമായി കൊള്ളണമെന്നുമില്ല, അതിൻ്റെ പശ്ചാത്തലങ്ങൾ നോക്കേണ്ടതുണ്ടാകും. അപ്പോൾ അള്ളാഹു ഖുർആനിലൊരു കാര്യം പറഞ്ഞു എന്നതുകൊണ്ട് നിർബന്ധമാകില്ല. ഞാനൊരു ഉദാഹരണം പറയുന്നു പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി. നമുക്കറിയാം, വൈദാ ഹലൽതും ഫസ്താദു എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. നിങ്ങൾ ഇഹ്റാമിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ വേട്ടയാടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ കൽപ്പനയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ട് വേട്ടയാടൽ നിർബന്ധമാണോ? ഒരിക്കലുമില്ല. സുന്നത്താണോ? എടുത്താൽ കൂലിട്ടണ കാര്യമാണോ? അതുമില്ല. പിന്നെ എന്തിനാ പറഞ്ഞത്? അനുവദനീയമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് അവിടെയുള്ളത്. കാരണം അതിൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ വേട്ടമൃഗത്തെ വേട്ടയാടുക എന്നുള്ളത് വിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ വേട്ടയാടിക്കോളൂ എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ടുള്ളത്. ഇതുപോലെ പ്രവാചക ചര്യകളിലും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതും പ്രമാണത്തെ മനസ്സിലാക്കിയെടുത്ത് വന്ന ഒരു പാളിച്ചയായി ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണമായി ഹദീസുകളിൽ ചില കാര്യങ്ങൾ കുറേ അനുവദനീയമാണെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി വിശദീകരിക്കപ്പെട്ട കാര്യങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഇന്ന് അത് സുന്നത്താണ്, നമ്മളത് പ്രവർത്തിക്കണമെന്ന് പറയുന്ന മൗലവിമാർ, പണ്ഡിതന്മാർ നമുക്ക് കാണാൻ കഴിയും. ഈ അടുത്ത ദിവസത്തായി ഒരാൾ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിലുള്ളത്, പള്ളിയിലേക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പള്ളിയിലേക്ക് ചെരുപ്പിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്, എന്നിട്ട് നമ്മൾ അത് അവസാനിപ്പിക്കും. ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ചെയ്യണമെന്നാണ്. കാരണം എന്താ? ഹദീസുകളിൽ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെരുപ്പിട്ട് പള്ളിയിൽ പോയിട്ടുണ്ട്, അതുകൊണ്ട് ചെരുപ്പിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റില്ല. അതെന്തിനാണുള്ളത്? അത് നമുക്ക് അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രവുമല്ല, ചെരുപ്പിടുന്ന വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ ചെയ്തത് അത് ചെയ്തുകൊണ്ട് ജീവിച്ചു എന്നുള്ള ഒരു മാതൃക കൂടി ചെരുപ്പിൻ്റെ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതെവിടെയാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ ചെരുപ്പിട്ട് നമസ്കരിക്കുമ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ചെരുപ്പ് ഊരി വെച്ചു എന്നാണ്, അഴിച്ചു വെച്ചു. അത് കണ്ട് സഹാബത്തെല്ലാം ചെരുപ്പ് അഴിച്ചു വെച്ചു എന്നാണ്. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചു, നിങ്ങൾ എന്തിനാണ് ചെരുപ്പുകൾ അഴിച്ചു വെച്ചത്? അവർ പറഞ്ഞു, നിങ്ങൾ ചെരുപ്പ് അഴിച്ചു വെച്ചത് കണ്ടതുകൊണ്ടാണെന്ന്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ചെയ്തത് അതായിരുന്നു സഹാബിമാർ ചെയ്തിരുന്നത്, അത് പിൻപറ്റിയിരുന്നു എന്നുള്ളതിനുള്ള ഒരു തെളിവായതോടൊപ്പം തന്നെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പിട്ട് നമസ്കരിച്ചു എന്നുള്ളതും അവിടെ കിട്ടി. അതോടൊപ്പം നബി അതിന് കാരണം പറഞ്ഞത്, ഞാൻ അതിൽ നജസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ജിബ്രീൽ എനിക്ക് സന്ദേശം നൽകിയത് കൊണ്ടാണ് ഞാനത് അയച്ചു വെച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതും നജസിട്ട് കൊണ്ട് ഒരിക്കൽ പള്ളിയിൽ പോകൽ അനുവദനീയമാണെന്ന് വിശദീകരിക്കാനല്ല അത്തരം കാര്യങ്ങളുള്ളത്, അല്ലെങ്കിൽ സുന്നത്താണെന്ന് മനസ്സിലാക്കാനല്ല. ഇതുപോലെ ഹദീസുകളിൽ ഏതൊരു കാര്യം കണ്ടാലും മറ്റൊരു സംഭവം കൂടി പറയാം. ഇപ്പോൾ മെൻസസ് ഉള്ള ആയിഷ റളിയല്ലാഹു അൻഹ, അവരുടെ മടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. ഒരാൾ പറയാണ്, ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് നിർബന്ധമാണ് അല്ലെങ്കിൽ സുന്നത്താണ്, നബിചര്യയിൽപ്പെട്ട സുന്നത്തായ കർമ്മമാണ്, എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ ചെയ്യണം എന്നൊരാൾ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടല്ല ഇതുള്ളത്. മറിച്ച് വിശുദ്ധ ഖുർആൻ കിടന്നുകൊണ്ട് ഓതൽ അനുവദനീയമായ കാര്യമാണ്, ജായിസായ കാര്യമാണ് എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാനാണ്. അതോടൊപ്പം തന്നെ മെൻസസ് ഉള്ള സ്ത്രീയുടെ മടിയിൽ വെച്ചുകൊണ്ടും പാരായണം ചെയ്യലും അനുവദനീയമായ കാര്യമാണെന്ന് ദീനിലൂടെ മനസ്സിലാക്കുവാനാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഈ പ്രമാണങ്ങളിലൂടെ, വായനകളിലൂടെ പഴച്ചു പോകുന്ന ഒരവസ്ഥയും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളെ കൃത്യതയോടുകൂടി തന്നെ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊരു ഉദ്ദേശപ്രകാരമാണോ നമുക്ക് ഇറക്കി തന്നതെന്നും എന്തൊക്കെ കാര്യങ്ങളാണോ പഠിപ്പിച്ചു തന്നതെങ്കിൽ അത് അതേപോലെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളത് കൂടി
നമ്മുടെ ബാധ്യതയാണ് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. മൗലവി, ഹലോ, നിങ്ങൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിലേ ഇപ്പോഴത്തെ ഒരു 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 കാഴ്ചപ്പാടാണത്. അതായത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്, ഇപ്പോൾ പ്രവാചകൻ ചെയ്താൽ പിന്നെ അതിനപ്പുറത്തേക്ക് നിൽക്കാൻ പാടില്ല എന്നാണല്ലോ ഹുക്കുമ്. അങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതെല്ലാം ചെയ്യണം, സുന്നത്തിൽ എല്ലാം ചെയ്യണം എന്ന ആശയത്തിൽ നിന്നാണ് എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ വിഷയം ചെരുപ്പിട്ട് പള്ളിയിൽ പോകണം എന്ന് പറയണം. അങ്ങനെ ആകുമ്പോൾ വേറൊരു വിഷയങ്ങളുണ്ട്. അങ്ങനെ പിന്തുടർന്ന് പോകുമ്പോൾ വേറെ ചില പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നിസ്കരിക്കാൻ വന്നപ്പോൾ ഇഖാമത്ത് കൊടുത്താണല്ലോ പ്രവാചകൻ മുസ്വല്ലയിലെത്താം. അങ്ങനെ മുസ്വല്ലയിൽ നിന്ന് തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നബിതങ്ങൾ ഇറങ്ങിപ്പോയി. അതെ, എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു തിരിച്ചു വന്നു. അപ്പോൾ അവിടുത്തെ തലപ്പാവിൻ്റെ ഉള്ളിലൂടെ അവിടുത്തെ മുടി, നീളമുള്ള മുടിയിലൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കാൻ വേണ്ടി പോയതാണ്. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്തിൽ നിന്ന് കുളിച്ചിരുന്നില്ല. അപ്പോൾ കുളിക്കാൻ വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയതാണ്. അപ്പോൾ ഇതും ഒരു സുന്നത്താവോ? അതാണ് നമ്മളോട് വിശദീകരിച്ചത്. പ്രവാചക ചര്യയിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് എടുത്താൽ കൂലി കിട്ടുന്ന കാര്യങ്ങളല്ല. അതിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഹദീസുകളെയും മനസ്സിലാക്കേണ്ടത്. എന്താണ് അവിടുന്ന് സ്വഹാബത്ത് മനസ്സിലാക്കിയത്? അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നമസ്കാരം നിർവഹിച്ചു. അസ്ർ നമസ്കാരമാണെന്ന് എൻ്റെ ഓർമ്മ. അസ്ർ നമസ്കാരം കഴിഞ്ഞു, നബിതങ്ങൾ എഴുന്നേറ്റ് പോയി. അപ്പോൾ സഹാബികളൊക്കെ ഇരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. കാരണം അസ്ർ 4 ഇവിടെ 2 നിസ്കരിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പരസ്പരം ചർച്ച ചെയ്തു, അല്ല ഇത് 2 റക്അത്തല്ലേ നിസ്കരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ റസൂലുള്ളാഹിനോട് പോയി ചോദിക്കാം. സിദ്ദീഖുൽ അക്ബർ പറയും ഞാൻ ചോദിക്കില്ല. അപ്പോൾ ആരെ ചോദിക്കുക? ദുൽ യദൈനി എന്ന് പേര് സ്വഹാബി. എല്ലാവർക്കും 2 കൈയാണ്. പക്ഷേ ദുൽ യദൈനി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു പ്രത്യേകത, ഒരു സിഫത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഞാൻ പോയി ചോദിക്കാം. എന്നിട്ട് ചോദിച്ചു, നബിയെ നിങ്ങൾ നിസ്കാരം ചുരുക്കിയതാണോ മറന്നാണോ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു മാ ഖസർതു വലാ നസീതു, ഞാൻ ചുരുക്കിയിട്ടുമില്ല മറന്നിട്ടുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അല്ല മറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി വന്ന് സഹാബത്തിനോട് ചോദിക്കുന്നത് ശരി, അപ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചു. അപ്പോൾ ഇതൊരു സുന്നത്തല്ലേ? ചെരുപ്പിട്ട് വന്നതുപോലെ ഇതൊരു സുന്നത്തല്ലേ? എന്ത് എപ്പോഴെങ്കിലും 2 റക്അത്ത് മറക്കണം? നിങ്ങൾ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും ഒരു ദിവസം പള്ളിയിൽ ചെരുപ്പിട്ട് പോകണം, എന്നാലേ സുന്നത്ത് കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു അസറിന് എന്ത് ചെയ്യണം? 2 റക്അത്ത് മറക്കണം അയാൾ. അപ്പോൾ ഇതിൻ്റെ ഈ പ്രമാണ വായന, അല്ലെ പ്രമാണം എങ്ങനെ മനസ്സിലാക്കണം എന്ന് പറയുന്നതിൽ അബദ്ധം വരികയാണ്. എനിക്കൊരു ഓർമ്മയുണ്ട്, ബഹുമാന്യനായ എം മദനി, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കുമാറാവട്ടെ. ഞങ്ങൾ ദുബൈയിലുള്ള സമയം അബ്ദുറഹ്മാൻ സലഫി ഉണ്ട്, അതിനുണ്ട്. നമ്മൾ ദുബൈയിലുള്ള സമയത്ത് അവർ 2 ജാമിയയുടെ പിരിവുമായിട്ട് വന്നതാണ്. അങ്ങനെ അവിടെ ഒരു റമദാന് തൊട്ട് മുമ്പത്തെ സമയം അവിടെ ദാറുൽ ബിൽറിലെ പള്ളിയിൽ ഒരു ഇമാമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യൂ, 3-ാമത്തെ റക്അത്തിലും അല്പ ശബ്ദമുയർത്തി ഓതുന്നു. അതിൻ്റെ കൂടെ സൂറത്ത് കൂടി അദ്ദേഹം ഓതിയിട്ടുണ്ടെന്നുണ്ട്. അപ്പോൾ സംശയമായി. അപ്പോൾ ചോദിച്ചാൽ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഒരിക്കൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഒരിക്കൽ ചെയ്തു എന്ന് പറയുക, അപ്പോൾ അത് സമൂഹത്തിനിടയിൽ അതൊരു സുന്നത്താണ്, അത് നടപ്പിലാക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ സലഫിയത്തിന് പുറത്താണ്. ഇന്ന് കാണുന്ന എക്സ്ട്രീമിസത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണത്, അല്ലേ? ഒരു അതിരുവിട്ട സമീപനത്തിലേക്കുള്ള ഒരു രൂപമാണത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നൊരാശയുണ്ട്, അവിടെ നിൽക്കാണ് വേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അവിടെ മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതും മനസ്സിലാക്കിയതും ഒക്കെ സ്വഹാബത്ത് മനസ്സിലാക്കുന്നവർ ചെയ്യുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ആ രൂപത്തിലേക്ക് സമൂഹത്തിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് പ്രധാനം. എന്നാൽ പ്രവാചകരിൽ നിന്ന് അനിഷേധ്യമായി തെളിയിക്കപ്പെട്ട ഒന്നിന് വിരുദ്ധമായി ചെയ്യാൻ പറ്റുമോ? ഇത് പറഞ്ഞിട്ട് പറ്റൂല, അത് പറ്റൂല. ഇങ്ങനെ ചില സംഗതികളുണ്ട് എന്ന് പറഞ്ഞ് പ്രവാചകനിൽ നിന്ന് അനിഷേധ്യമായി തെളിയിക്കപ്പെട്ട, അംഗീകരിക്കപ്പെടേണ്ടുന്ന, എല്ലാവരും പിന്തുടരപ്പെടേണ്ടുന്നൊരു വിഷയത്തെ ഇങ്ങനെ തെറ്റിക്കാൻ പറ്റൂല. അതിനൊരാളും പ്രമാണാവില്ല.
ഞാനൊരു ഉദാഹരണം പറയാം. മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് അറിയപ്പെടുന്നത് മുത്തബിഉ സുന്ന എന്നാണല്ലോ. മുത്തബിഉ സുന്ന എന്നറിയപ്പെടുന്നത്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തത് മുത്തമത്തിയായിട്ട് തമത്തുആയ ഹജ്ജാണ് പ്രവാചകൻ ചെയ്തത്. ഇഫ്രാദായി ചെയ്യാം, ഖറാനായി ചെയ്യാം. തമത്തുആണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അപ്പോൾ ആ വിഷയം പറഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉമർ, നിങ്ങളുടെ ഉപ്പയായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് തമത്തു അല്ലല്ലോ, ഖിറാനാണല്ലോ പറയുന്നത്. അപ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, അത് വളരെ ഗൗരവമുള്ള വാക്കാണ്. ഇന്നത്തെ സലഫി എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന് സമൂഹത്തിൽ ഈ എക്സ്ട്രീമിസം ഉണ്ടാക്കുന്ന ആളുകളോട് പറയാനുള്ളൊരു വർത്താനം അത്. ആ ഇമാമ് ഈ ഇമാമ് ആ കിബാറുൽ ഉലമായിലേക്ക് മടങ്ങണ്ടേ, ഷെയ്ഖ് ആ ഷെയ്ഖ് ഈ ഷെയ്ഖ് ആ ഉസ്താദ് ഈ ഉസ്താദ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വല്ലാതെങ്ങനെ പറയാണ് ആളുകൾ. യഥാർത്ഥത്തിൽ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, എന്താ അറിയോ? എൻ്റെ ഉപ്പയല്ല പ്രവാചകൻ. ഞാനത് മയപ്പെടുത്തി പറയട്ടെ, അദ്ദേഹം പറഞ്ഞ അങ്ങനെയല്ല. അതെ, അദ്ദേഹം പറഞ്ഞ വാക്കിനെ ഞാനൊന്ന് മയപ്പെടുത്തി പറയാണ്. എൻ്റെ ഉപ്പയല്ല പ്രവാചകൻ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകനെ പിൻപറ്റാനാണ് അള്ളാഹു പറഞ്ഞത്, ഉമറിനെ പിൻപറ്റാനല്ല. നിങ്ങൾ ശ്രദ്ധിക്കട്ടെ, ഉമറിനെ പിൻപറ്റാനല്ല പറഞ്ഞത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാനാണ് പറഞ്ഞത് എന്നാണ്. അവിടെയാണ് ചില ആളുകൾ പറയുന്നത് നമുക്ക് ഇമാമിലേക്ക് മടങ്ങാം, കിതാബിലേക്ക് മടങ്ങാം. ഏത് കിതാബ്? ഖുർആനാണോ ഉദ്ദേശിച്ചത്? എങ്കിൽ ശരിയാണ്. സുന്നത്താണോ ഉദ്ദേശിക്കുന്നത്? ശരിയാണ്. അതല്ലാത്ത രണ്ടിലേക്കുമുള്ള മടക്കല്ല. ഇന്നൊരു ഉദാഹരണം കൂടെ പറയാം ഞാൻ. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹിബറുൽ ഉമ്മ എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ അടുത്തും ഇതുപോലൊരാൾ വന്നൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കദാ വകദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വന്നയാൾ പറഞ്ഞു, ഖാല അബൂബക്കർ കദാ വഖാല ഉമർ കദാ. അല്ല, അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉമർ ബിൻ ഖത്താബ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ആശയപ്രകാരം അവിടെ നിൽക്കുകയാണ് വേണ്ടത്, അവിടെ നിൽക്കാം. അബൂബക്കർ ഉമർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ റളിയല്ലാഹു അൻഹുമാ, എങ്കിൽ നമ്മളവിടെ നിൽക്കാൻ. അല്ല, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞ വാക്ക് എന്താ അറിയോ? അദ്ദേഹം പറഞ്ഞത്, ആകാശത്തുനിന്ന് ചരൽമഴ നിന്റെ മേൽ വർഷിക്കാൻ അടുത്തിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നിനക്കിറങ്ങാൻ സമയമായിരിക്കുന്നു. അഖൂലു ഖാല റസൂലുള്ളാഹ് വതഖൂലു ഖാല അബൂബക്കർ വഖാല ഉമർ. ഞാൻ നിന്നോട് പറയുന്നു റസൂലുള്ള പറഞ്ഞു എന്ന്, നീ പറയുന്നു അബൂബക്കർ ഉമറും പറഞ്ഞു എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിൻ്റെ വാക്കിൻ്റെ ഗൗരവം ശ്രദ്ധിച്ചു നോക്ക്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇത്തരം ആളുകളൊക്കെ കടന്നു വരുമ്പോൾ, ഇത്തരം ആളുകളൊക്കെ വർത്തമാനം പറയുമ്പോൾ ചോദ്യം ചോദിക്കാൻ എളുപ്പമാണ്, വിഷയം പറയാൻ. പ്രമാണത്തിലുണ്ടോ നമ്മൾ സ്വീകരിക്കാം, പ്രമാണത്തിലില്ലേ സ്വീകരിക്കാൻ പറ്റൂല. മനസ്സിലായോ? പ്രമാണത്തിലുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റില്ല. അതെത്ര വലിയ ആൾ പറഞ്ഞാൽ ഫതൂസനുൽ അഅമാലു വൽ അഖ്വാൽ, എങ്ങനെയാണ് അമലുകളെയും ഖൗലുകളെയും തുലനം ചെയ്യപ്പെടുക, തൂക്കപ്പെടുക? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനോടും ഖൗലിനോടുമാണ്. ഫമാ വാഫഖൽ ഖുർആന വസുന്നത ഖബിലുഹു എന്ന് പറയില്ലേ? ഖുർആനോട് സുന്നത്തിനോട് യോജിച്ചതാണോ സ്വീകരിച്ചോ, അതാര് പറഞ്ഞാലും സ്വീകരിക്കാം. അതിന് വലിയ പണ്ഡിതനാവണമെന്നില്ല, ഒരു ചെറിയ മദ്രസ അധ്യാപകൻ പറഞ്ഞാലും സ്വീകരിക്കാം. പക്ഷെ പറയേണ്ടത് പ്രമാണമായിരിക്കണം. വലിയ താടിയും കണങ്കാലിൻ്റെ മേൽ മാത്രം നിൽക്കുന്ന ഒരു കുപ്പായം ഇട്ടിട്ട് വലിയ ഉസ്താദാണെന്ന് പറഞ്ഞു വരുന്ന ഒരുത്തൻ, അവനൊരു വർത്തമാനം പറഞ്ഞാൽ അത് സ്വീകരിക്കണമെന്നില്ല. അയാൾ പറഞ്ഞത് പ്രമാണത്തോട് യോജിച്ചതാണോ സ്വീകരിക്കാം, അല്ലെങ്കിൽ അയാളുടെ വലിപ്പമോ അയാളുടെ പേരിൻ്റെ നീട്ടമോ അയാൾ നേടിയ ബിരുദത്തിൻ്റെ വലിപ്പമോ ഒന്നും വലിപ്പമല്ല. ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ അടുത്ത വിഷയത്തിലേക്ക് കിടക്കും. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ്. ഇവിടെ എക്സ്ട്രീമിസത്തെ കുറിച്ച് പറഞ്ഞാൽ തീവ്രത ഉള്ളത് സുന്നത്തിലൊക്കെ ഭയങ്കര തീവ്രമായിട്ട് പോകുന്നൊരവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ധാരാളം സംഘടനകളും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ തീവ്രതയെ കുറിച്ച് പറഞ്ഞ അവസാനം സുന്നത്ത് പോലും ഇല്ലാതാവുന്ന രൂപത്തിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കുനൂത്ത് പ്രവാചകൻ ചെയ്തൊരു വിഷയമാണ്. അഥവാ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് പ്രവാചകൻ എന്ത് ചെയ്തിരുന്നു? കുനൂത്ത് നിർവഹിച്ചിട്ടുണ്ട്.
പക്ഷേ ഒരു വിഭാഗം അങ്ങനെ ചെയ്യുന്നതിന് എതിർത്ത് അവസാനം എന്തായി, ആ സുന്നത്ത് പലപ്പോഴും മുജാഹിദുകൾക്ക് ഇല്ലാതായിപ്പോയി. അഥവാ ഒരു പ്രതിസന്ധി വരുമ്പോൾ പോലും കുനൂത്തില്ലാത്ത രൂപത്തിലേക്കായി പോവുക. പിന്നെ അവസാനം സൂചിപ്പിച്ച രൂപത്തിൽ, അതായത് താടി വെച്ച്, അതേപോലെ തന്നെ മറ്റ് വിഷയങ്ങൾ, ഇസ്ലാമിൻ്റെ വസ്ത്രധാരണ ഉണ്ട്, അതിനിങ്ങനെ ഒരു പ്രവാചകൻ്റെ താടിയുടെ വിഷയത്തിൽ ഇങ്ങനെ ആവാതിരിക്കുക എന്നിങ്ങനെ ചർച്ച ചെയ്ത് അവസാനം അതൊരു ചെയ്യുന്നത് എന്തായി, ഇല്ലാതായി പോകുന്നൊരു പ്രവണത ഉണ്ട്. അഥവാ താടിയുടെ വിഷയം എന്ത്, ഖുതുബകളിലോ മറ്റു വിഷയങ്ങളോ പരാമർശിക്കാത്ത രൂപത്തിലായി പോവുക. അഥവാ മറ്റുള്ളവരോട് തീവ്രതയെക്കുറിച്ച് പറഞ്ഞ് അവസാനം നമുക്ക് സുന്നത്തില്ലാതായി പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. കുനൂത്തില്ലാതായി പോകുന്നു, താടി എന്ത് ചെയ്യുന്നു, താടി വെക്കുന്നത് ഒരു സംസാരിക്കാത്ത രൂപത്തിലായി പോകുന്നു. അഥവാ നിര്യാണിക്ക് മേലെ കുറച്ച് കയറ്റി വസ്ത്രം ധരിക്കുമ്പോഴത്തേന് വേറൊരു കാഴ്ചപ്പാടിലേക്കായി പോകുന്നു. നമുക്ക് എന്ത് ചെയ്യുന്നു, എല്ലാവരെ കുറിച്ച് ഉപദേശിച്ച് നമുക്ക് അവസാനം ഒരു സുന്നത്തില്ലാത്ത രൂപത്തിലൊരു കണിശത ഇല്ലാതായി പോകുന്നുണ്ടോ എന്നൊരു സംശയം. അതുകൂടി അപ്പോൾ ഈ എക്സ്ട്രീമിസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ പറയുമ്പോൾ ആ വിഷയത്തിൻ്റെ ഗൗരവം കുറഞ്ഞു പോവുകയും ആ സാധനം ഇല്ലാതായി തീരുകയും ചെയ്യാമല്ലോ, അങ്ങനെ ഉണ്ട് എന്നാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. അതിനുദാഹരണം പറഞ്ഞതൊന്ന് കുനൂത്താണ്, മറ്റൊന്ന് താടിയുമായി ബന്ധപ്പെട്ട്. രണ്ടും ഞാൻ വിശദീകരിക്കാം. ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്, ഒരു വിഷയത്തെ ഒരാളെ നമ്മൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, അതായത് അള്ളാഹുവിൻ്റെ ദീന് തവസ്സുത്താണ് അതിൻ്റെ അടിസ്ഥാനം. കദാലിക ജഅൽനാക്കും ഉമ്മത്തൻ വസത്തൻ എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വസത്തിയത്താണ് ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകത. ആ വസത്തിയത്തിൻ്റെ മേലെ പോയാൽ അതിനെ ഉലുവ് എന്നാണ് വിളിക്കുക. അതുകൊണ്ട് തന്നെ അഹ്ലി കിതാബിനോടുള്ള വിമർശനമായി ഖുർആൻ പറഞ്ഞത് യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനിക്കും എന്നാണ്. നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ അതിര് കവിയരുത് എന്നാണ്. എക്സ്ട്രീമിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതത്തിൻ്റെ ആശയങ്ങളെ അതിര് കടന്ന് മുന്നോട്ട് പോവുക എന്നതാണ്. അതിൻ്റെ കാരണമാണ് ഈ പറഞ്ഞത്. ഇത്തരം ആളുകൾ പറഞ്ഞ് ഈ സാധാരണ ആളുകളെ പോലും ഇങ്ങനെ കിതാബ്, അറബി കിതാബ് വായന, ആ കിതാബ് ഈ കിതാബ്, അതില്ലെങ്കിൽ ദീനില്ല, അതുമാത്രമേ ദീനുള്ളൂ, അതില്ലെങ്കിൽ ഇൽമില്ല, അതില്ലാത്ത ആളുകൾക്ക് ഇൽമില്ല, കേരളത്തിൽ പണ്ഡിതന്മാരില്ല, കേരളത്തിൽ മർജിഇലയായ പണ്ഡിതന്മാരാരുമില്ല, മർജിഇലയായ പണ്ഡിതന്മാർ വേണമെങ്കിൽ സൗദിയിലേക്ക് പോകണം, മറ്റ് സ്ഥലത്തേക്ക് പോകണം എന്നിങ്ങനെയുള്ള കടുത്ത വാദത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് നമ്മളതിൻ്റെ യഥാർത്ഥ വശം ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ലാ തഗ്ലൂ ഫീ ദീനിക്കും, മതത്തിൽ നിങ്ങൾ അതിര് കവിയരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നാൽ മതത്തിലുള്ള വിഷയം തന്നെയും അതിൻ്റെ ഘടനക്കപ്പുറത്തേക്ക് പോയാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്ന 3 ആളുകളുടെ കഥ നിങ്ങളെ വിദ്യാർത്ഥികൾക്കൊക്കെ പരിചയമുള്ളതാണല്ലോ. 3 ആളുകൾ വന്ന് പറഞ്ഞത് അബദ്ധമല്ലല്ലോ. ആ 3 ആളുകൾ പറഞ്ഞത് ദീനിൽ അംഗീകരിക്കപ്പെട്ട, അല്ലെങ്കിൽ ദീനിലുള്ള ചെയ്യാൻ അനുവദിക്കപ്പെട്ടത് നിഷിദ്ധമല്ലാത്ത കാര്യമാണ്. എന്താണത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമലിനെക്കുറിച്ച് ചോദിച്ചു. ആയിഷ ബീവി പറഞ്ഞു കഅന്നഹും തഖാല്ലൂഹ എന്നാണ് ഹദീസിലുള്ളത്. അവർക്കത് വളരെ കുറവായി തോന്നി. പിന്നെ അവർ സമാശ്വസിപ്പിച്ചത് എങ്ങനെയാണ്? സ്വന്തത്തെ ആശ്വസിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് മതി. കാരണം പ്രവാചകൻ അള്ളാഹു കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായി പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ട മഅ്സൂമാണ്. നബിതങ്ങൾക്ക് അത്ര ചെറിയ അമൽ ചെയ്താൽ മതി. പക്ഷെ നമ്മളങ്ങനല്ല, നമ്മൾ കുറച്ചും കൂടി മേലെ എത്തണമെന്ന് വിചാരിച്ചു. എന്നിട്ട് അതിലൊരാളെന്ന് പറഞ്ഞു, ഇനി രാത്രി ഞാൻ ഉറങ്ങില്ല, ഞാൻ ഉറങ്ങാതെ ഇബാദത്തിലായിരിക്കും എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഞാൻ ഇനി പകൽ നോമ്പൊഴിവാക്കില്ല, എല്ലാ ദിവസവും എനിക്ക് നോമ്പായിരിക്കുമെന്ന് അയാൾ പറഞ്ഞു. മൂന്നാമത്തെ ആൾ പറഞ്ഞു, ഇബാദത്തിന് ഭംഗം വരുന്ന കാരണത്തിനാൽ ഞാൻ കല്യാണം കഴിക്കുന്നില്ല. ഇത് അള്ളാൻ്റെ റസൂലിൻ്റെ ഭാര്യയുടെ അടുത്ത് വെച്ചാണ് പറയുന്നത്. ഇത് 3ഉം ദീനിൽ തെറ്റായ കാര്യമാണോ? ആണോ? അല്ല. ദീൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ പെട്ടതാണോ? അല്ല. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആയിഷ ബീവി ഇത് പറഞ്ഞപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കേട്ട് റസൂലുള്ള പോകുമ്പോൾ ഈ 3 ആളുകളെ കണ്ട് റസൂല ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അതേ നബിയെ. അപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ രാത്രിയിൽ ഉറങ്ങുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. അതാണ് വസത്തിയത്ത്. ഞാൻ പകൽ നോമ്പെടുക്കുന്നുണ്ട്, നോമ്പെടുക്കാത്ത ദിവസവും എനിക്കുണ്ട്. അതാണ് വസത്തിയത്ത്. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, എനിക്ക് സന്താനങ്ങളുണ്ട്. അതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു കൊടുത്ത് അവസാനിപ്പിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന അത്ഖാക്കും ലില്ലാഹ് വ അഖ്ശാക്കും. നിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹുവിന് തഖ്വയുണ്ട് ജീവിക്കുന്ന, അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഏറ്റവും വലിയ ആൾ ഞാനാണ്. എൻ്റെ മേലേക്ക് നിങ്ങളെത്തേണ്ടതില്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. അല്ലേ, എൻ്റെ സുന്നത്തിനോട് വിമുഖത കാണിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല. അതെ, എക്സ്ട്രീമിസം അല്ല വേണ്ടത്, വസത്തിയത്ത് നിലപാട് വേണമെന്ന് റസൂലുള്ളാഹി ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇതുപോലെയാണ് ഈ വിഷയത്തിൽ ഓരോ സ്ഥലത്തും നമ്മൾ പാലിക്കേണ്ടുന്ന വസത്തിയത്തായ നിലപാട്. എനിക്ക് ഉദാഹരണം പറഞ്ഞത് ശരിയായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഖുനൂത്ത് എന്ന് പറയുന്നത് സുബഹിയിൽ ഖുനൂത്തുണ്ടോ? ഇല്ല. സ്വഹാബിയുടെ ഖൗല് പ്രകാരം, സ്വഹാബത്തിൻ്റെ മുഴുവൻ വർത്തമാന പ്രകാരം മനസ്സിലാക്കാം, അത് മുഹ്ദസാണ്. ഐ ബുനയ്യ മുഹ്ദസുൻ എന്നൊരു സ്വഹാബി മകന് കൊടുത്ത ഉപദേശത്തിൽ കാണാം. അതെ, അത് ബിദ്അത്താണ്, പുത്തനാശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിയിൽ മാത്രം ഖുനൂത്ത് ഓതിയിരുന്നത് സ്വഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ശാഫിഈ മദ്ഹബിൽ ഉപയോഗപ്പെടുത്തുന്ന ഹദീസ് പോലും ദുർബലമാണ്. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മുഹമ്മദ് ബിൻ ഹസൻ ഷൈബാനി റഹിമഹുല്ല, അദ്ദേഹത്തിൻ്റെ അൽ ആസാർ എന്ന ഗ്രന്ഥമുണ്ട്. അതിൽ ഈ ഹദീസുകൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട്, ഹനഫി മദ്ഹബിൻ്റെ പണ്ഡിതനാണ് അദ്ദേഹം അത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വിഷയത്തിൽ വന്നൊരൊറ്റ ഹദീസും സ്വഹീഹല്ല, ഒക്കെ ദുർബലമായ ഹദീസുകളാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ സുബഹിയിൽ ഖുനൂത്ത് റസൂൽ ഓതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ, അതായത് സുബഹിയിൽ മാത്രമായി നബിതങ്ങൾ ഖുനൂത്ത് ഓതിയില്ല. ഖനത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഫജ്രി ഹത്ത ഫാറഖ ദുനിയ എന്ന് തുടങ്ങുന്നൊരു ഹദീസുണ്ട്. ഔ കമാ ഖാൽ, പറയപ്പെടുന്നത് പോലെയാണത്. പക്ഷേ ആ ഹദീസും ദുർബലമാണ്, അങ്ങനെയില്ല. ഇനി രണ്ടാമത്തെ ഒരു സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത്ത് വിത്റിൽ ഓതി എന്ന് പറയപ്പെടുന്നൊരു ഖുനൂത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചും സമ്മിശ്രമായ അഭിപ്രായമാണ് പണ്ഡിത ലോകത്തിനുള്ളത്. മുഹദ്ദിസുകൾ ആ ഹദീസുകളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഇവിടെ തന്നെ അധ്യാപകനായിരുന്ന നമ്മുടെ ബാക്കവിയുണ്ട്. ബാക്കവിക്കൊരു പുസ്തകം തന്നെയുണ്ട് ഈ വിഷയത്തിൽ, വിത്റുൽ ഖുനൂത്ത് എന്ന് പറഞ്ഞിട്ട്. ഒരുപക്ഷെ നമ്മുടെ ലൈബ്രറിയിൽ ആ പുസ്തകം കാണാൻ തോന്നുന്നു, നിങ്ങളൊന്ന് വായിക്കുന്ന നല്ലതാണ്. ആ വിഷയത്തിലും ബലാബല പരിശോധിക്കുമ്പോൾ വിത്റുൽ ഖുനൂത്ത് പ്രബലമായി നമുക്ക് പറയാൻ സാധ്യമല്ല. മദ്ഹബിലെ പണ്ഡിതന്മാരൊക്കെ പലതും അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും, പക്ഷേ പ്രബലമായി പറയാൻ നമ്മുടെ കയ്യിൽ തെളിവില്ല എന്ന് തന്നെ വേണം ഉറപ്പിച്ചു പറയാൻ. 3-ാമത്തെ ഖുനൂത്ത് എന്ന് പറയുന്നത് നാസിലത്തിൻ്റെ ഖുനൂത്താണ്. നാസിലത്തിൻ്റെ ഖുനൂത്ത് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന് ഒരു വിപത്ത് വരുമ്പോൾ ആ വിപത്തിന് ചൊല്ലേണ്ടതാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവർത്തനം എപ്പോഴാണ് ഉണ്ടായത് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം സമൂഹത്തിലേക്ക് ഈ അടുത്ത കാലത്ത് പ്ലേഗ് വന്നപ്പോൾ, അതുപോലെ തന്നെ കൊറോണ വന്നപ്പോൾ ഒക്കെ ആഹ്വാനം ഉണ്ടായി ഖുനൂത്ത് ഓതാൻ. അങ്ങനെയാണെങ്കിൽ സ്വഹാബികളുടെ നടപടിക്രമം നോക്കിയാൽ നമുക്ക് ആ ഖുനൂത്ത് കാണാൻ കഴിയും. അംബാസിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് അംബാസിൽ ഒരു പ്ലേഗ് ബാധ ഉണ്ടാവുന്നത്. ബദർ പോരാടിയ സ്വഹാബികളടക്കം ആയിരക്കണക്കിന് സ്വഹാബികൾ മരണപ്പെട്ടു, താബിഈങ്ങൾ മരണപ്പെട്ടു. 25,000 ആളുകളാണ് മരിച്ചത് ആ പ്ലേഗ് വന്ന്. അന്ന് ഉമർ ബിൻ ഖത്താബ് മദീനയിൽ ഖലീഫയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് റളിയല്ലാഹു അൻഹുവിനെ കത്തെഴുതിയിട്ട് മദീനയിലേക്ക് വരാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനാണ്. ആ വിഷയം മനസ്സിലാക്കി അബൂ ഉബൈദ തിരിച്ചെഴുതിയത്, ഞാൻ വരുന്നില്ല, അള്ളാഹുവിൻ്റെ ഖദറിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഖദറിലേക്ക് ഞാൻ യാത്ര ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വഹാബത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ക്വാറൻറ്റൈൻ എന്ന് നമ്മൾ ഇപ്പോൾ വിളിക്കുന്ന അകലം പാലിക്കുക എന്ന സമീപനം ഉമർ ബിൻ ഖത്താബ് അള്ളാൻ്റെ കാലത്ത് അന്ന് പറഞ്ഞു, നിങ്ങൾ മലയുടെ മുകൾ ഭാഗത്തേക്ക് മാറി രോഗമുള്ളയിടത്തു നിന്ന് നീങ്ങി നിൽക്കണം, സമ്പർക്കം പുലർത്താതിരിക്കണം എന്ന് പറഞ്ഞു. അവിടെ ഖുനൂത്ത് ഓതാൻ ഉമർ ബിൻ ഖത്താബിന് പറയാമായിരുന്നു. നിങ്ങൾ നാസിലത്തിൻ്റെ ഖുനൂത്ത് എന്തുകൊണ്ട് ഓതുന്നില്ല, ഓതിയാ പോരെ എന്ന് ചോദിച്ചില്ല. ഓതിയിട്ടില്ല. ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ട ധാരാളം പ്രശ്നങ്ങൾ അതുപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരാരും ഖുനൂത്തിന് നിർദ്ദേശം കൊടുത്തിട്ടില്ല. പിന്നെയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത്ത് ഓതിയത് എത്രയാണ്? 1 മാസം. ലൈസ ലക മിനൽ അംരി ഷൈഉൻ എന്ന് തുടങ്ങുന്ന ആയത്തിറങ്ങി, അതോടെ ആ ഖുനൂത്ത് അവസാനിച്ചു.
അതോടെ കുനൂത്ത് അവസാനിച്ചു. എങ്കിൽ അതേപോലൊരു വിപത്ത് മുസ്ലിം സമുദായത്തിന് വരുമ്പോൾ കുനൂത്ത് ഓതണ്ടേ? ഓതാമല്ലോ, ഓതാൻ സാധ്യതയുണ്ടല്ലോ. എന്നാൽ നമുക്ക് നോക്കാം, യമാമ യുദ്ധം, അതുപോലെ എത്രയോ യുദ്ധങ്ങൾ, പിൽക്കാലത്ത് മുസ്ലിങ്ങൾ നേരിട്ട ധാരാളം പ്രതിസന്ധികൾ, അവിടെയൊന്നും സ്വഹാബികൾ ഇത്തരം കുനൂത്തുകളുമായി ബന്ധപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയണില്ല. ആ ആയത്തിറങ്ങിയതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്റ്റോപ്പ് ചെയ്തൊന്നും പിന്നീട് കുനൂത്ത് ഓതേണ്ട ആവശ്യമുണ്ടായിട്ടില്ല എന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. എന്നാൽ ചില ആളുകൾ പറഞ്ഞു, മുസ്ലിം സമുദായത്തിന് പൊതുവായി ഒരു വിപത്ത് ബാധിച്ചാൽ ആ വിപത്തിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടാൻ 5 നേരവും കുനൂത്ത് ഓതാം. അതിന് കേരളത്തുൽ മുജാഹിദീനോ കേരള ജംഇയ്യത്തുൽ ഉലമയോ പാടില്ല എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കുനൂത്ത് ഓതേണ്ടതില്ല. അങ്ങനെ ഒരു സമൂഹത്തിൽ വ്യാപകമായി വിപത്തുണ്ടാവുകയും അങ്ങനെ വരികയും ചെയ്യുമ്പോൾ നിങ്ങൾ കുനൂത്ത് ഓതരുത് എന്നൊരു കൽപ്പന ഇതുവരെയും കൊടുത്തിട്ടില്ല. അപ്പോൾ കുനൂത്ത് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാധനം, അതിനെ എക്സ്ട്രീമിസത്തിലേക്ക് കൂട്ടിക്കയറ്റേണ്ടതില്ല. ഇനി അടുത്തത് താടിയും അതുപോലെ തന്നെ വസ്ത്രധാരണവും മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ താടി വെക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്, താടി വിടാൻ കൽപ്പിച്ചിട്ടുണ്ട്. താടി വെക്കാൻ പാടില്ല എന്നോ താടി വെട്ടി ചുരുക്കേണ്ടതാണെന്നോ അല്ലെങ്കിൽ താടി വെക്കുന്നതിൽ വലിയ പോരിശയില്ല എന്നോ എവിടെയെങ്കിലും കേരളത്തുൽ മുജാഹിദീൻ്റെ പണ്ഡിതന്മാരോ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരോ പറയുന്നതോ സർക്കുലർ കൊടുക്കുന്നതോ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? ചോദ്യകർത്താവിനോടാണ് ചോദിക്കുന്നത്. അല്ല, ഉണ്ടോ? ഇല്ല. എന്നാൽ താടിയുടെ ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ടും താടിയുടെ പ്രത്യേകത പറഞ്ഞുകൊണ്ടും ധാരാളം ഗ്രന്ഥങ്ങളും പ്രസംഗങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയുങ്ങൾ, ഈ താടിയുടെ മറവിലാണ് പലതും ചില ആളുകൾ കൊണ്ടു നടക്കുന്നത്. അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. താടി നീട്ടിക്കഴിഞ്ഞാൽ അത് ദീനിൻ്റെ നിറകുടമായെന്നും തഖ്വയുടെ വലിയ ഭാണ്ഡമാണെന്നും ഒക്കെ വിചാരിക്കുന്നിടത്ത് അതിൻ്റെ മറവിൽ വെച്ചുകൊണ്ടാണ് പല വിഘടനവാദങ്ങളും ഈ സമൂഹത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നത്. നിങ്ങൾ നോക്കൂ, ഞാനൊരു ഉദാഹരണം പറയാം. ജിന്ന് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം കടന്നു വന്നപ്പോൾ ആ വിഷയത്തിൽ ചർച്ച വരുമ്പോൾ പ്രമാണങ്ങൾ മുന്നിൽ വെക്കുന്നതിന് പകരം പ്രമാണങ്ങളിൽ നിന്ന് പതുക്കെ പിന്നിലേക്ക് മാറി മറ്റു പല മേഖലയിലേക്കും കടന്നു പോകുന്ന ആളുകൾ, ഇന്ന് ഞാൻ ഈ പറഞ്ഞ എക്സ്ട്രീമിസത്തിൻ്റെ ആളുകളോട് തന്നെ ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചാൽ അവർ ഇതിൻ്റെയൊക്കെ പോരിച്ച പറയുമ്പോഴും അടിസ്ഥാനപരമായ അഖീദയുടെ വിഷയത്തിൽ അത് പണ്ഡിതന്മാരുടെ ഇഖ്തിലാഫി മസ്അലകളാണ്, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയാൻ, താടി കണ്ടിട്ട് നിങ്ങൾ അളക്കേണ്ടതില്ല, കുപ്പായത്തിൻ്റെ രൂപം കണ്ടിട്ട് അളക്കേണ്ടതില്ല, അയാൾ പറയുന്നതിൽ പ്രമാണമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഉമർ മൗലവി റഹിമഹുല്ല പറഞ്ഞൊരു വാക്കുണ്ട്, ആളെ നോക്കേണ്ടതില്ല, തെളിവ് നോക്കിയാൽ മതി എന്ന്. അതാണ് ഇവിടുത്തെ ഞാൻ പറഞ്ഞത്. അല്ലാതെ താടി പാടില്ല എന്നോ ഒരു വസ്ത്രം നെരിയാണിക്ക് മേലെ ധരിക്കാൻ പാടില്ല എന്നോ അല്ല. അത് രണ്ടും നിർബന്ധമാണ്, അത് രണ്ടും വേണ്ടതാണ്, അത് രണ്ടും ആവശ്യമാണ്. പക്ഷേ അത് വെച്ചുകൊണ്ട് ദീനിൻ്റെ അടിസ്ഥാന ആശയങ്ങളെപ്പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വിഘടനവാദങ്ങളോ പുതിയ ആശയങ്ങളോ നടപ്പിൽ വരുത്തുമ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ വഞ്ചിതനാവേണ്ടതില്ല എന്ന് സൂചിപ്പിക്കേണ്ടത് വരും. അത് നമ്മൾ മാത്രമല്ല, മുൻഗാമികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ നിസ്കാരത്തഴമ്പ് കണ്ടിട്ടോ അയാളുടെ കുപ്പായം നെരിയാണിക്ക് മേലെ കണ്ടിട്ടോ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അയാൾ വലിയ ആബിദാണെന്ന് മനസ്സിലാക്കേണ്ടതില്ല. അയാളുമായി ഒരു സാമ്പത്തിക ഇടപാട് നിങ്ങൾ ബന്ധപ്പെട്ട് നോക്കണം. അപ്പോൾ അയാളുടെ വറഉം അയാളുടെ ഗയ്യും നിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ്. ഇവിടെ ഞാനതൊന്ന് തിരുത്തി പറയാണ്. നിങ്ങൾ അയാളോടൊന്ന് പങ്കെടുത്ത് നോക്കണം. എന്തിന്? ഫൻലുർ, നിങ്ങൾ നോക്കണം. എങ്ങോട്ടെന്നറിയോ? വോലദ ദിർഹമി എന്നല്ല, വോലദ ദലീൽ. നിങ്ങൾ ദലീലേക്ക് നോക്ക്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഗയ്യും റുഷ്ദും എന്നാണ് ഞാൻ ബോധ്യപ്പെടുത്തിയത്. അല്ലാതെ അതിനെ കുറച്ച് കണ്ടതല്ല, അതിനെ കുറച്ച് കാണാൻ കഴിയുകയും ഇല്ല. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പം തന്നെ നമ്മൾ കേട്ട കൂട്ടത്തിൽ തന്നെ നമ്മളെ മുജാഹിദീങ്ങളിൽപ്പെട്ട കുറേ ആളുകൾ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുനൂത്ത് ഓതലുണ്ട്, വിത്തറിലെ കുനൂത്ത് തുടങ്ങിയിട്ടുണ്ട് മുജാഹിദീങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിവിടെ ചർച്ച ചെയ്ത വിഷയം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പ്രമാണങ്ങളെ ആണ് മനസ്സിലാക്കുന്നതാണ്.
നമ്മുടെ ദീനീപരമായ ഏത് വിഷയത്തിലും, അത് വിശ്വാസവും കർമ്മപരമായ കാര്യങ്ങളും അനുഷ്ഠാനപരമായ കാര്യങ്ങളിലുമൊക്കെ പ്രമാണം വേണം. ഖുർആനിൽ ഉണ്ടായിരിക്കണം, ഖുർആനിൽ ഇല്ലെങ്കിൽ ഹദീസുകളിൽ ഉണ്ടാകും. പ്രവാചക ചര്യയിൽ സ്ഥിരപ്പെടാത്ത ഒരു കാര്യത്തെ പണ്ഡിതന്മാർ പറഞ്ഞു എന്നുള്ള നിലക്കാണ് ഇന്ന് പല ആളുകളും അത് കൊണ്ടുനടക്കുന്നത്. കാരണം ഹദീസുകൾ സ്വഹീഹായ രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുനൂത്ത് ഓതിയതായി, വിത്തറിൽ കുനൂത്ത് ഓതിയതായി സ്വഹീഹായ ഒരു റിപ്പോർട്ടും ഇല്ല എന്ന് മുജാഹിദുകളല്ല പറയുന്നത്, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ വരെ പറഞ്ഞതായി ഹദീസുകളിൽ കാണാം. അത് പൂർവികരൊക്കെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ പ്രമാണത്തിൽ എന്ന് പറഞ്ഞാൽ പ്രവാചകചര്യയിൽ സ്ഥിരപ്പെട്ട ഒരു കർമ്മമായിട്ടില്ല എന്ന്. പിന്നെ പണ്ഡിതന്മാരുടെ മസാല എടുത്തുകൊണ്ടാണ് അതെടുക്കുന്നത്. അവിടെയും നമ്മൾ പ്രമാണത്തിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് നാസറുദ്ദീൻ അൽബാനി പറഞ്ഞ കാര്യങ്ങളും അങ്ങനത്തെ, ഞാൻ ആ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അതാണ് ഒന്നുള്ളത്. പിന്നെ താടിയുടെയും ഇതിൻ്റെയൊക്കെ വിഷയങ്ങളിലും സുന്നത്തുകൾ നമ്മൾ നേരത്തെ പ്രമാണത്തെ മനസ്സിലാക്കിയത് പറഞ്ഞത്, സുന്നത്തായൊരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എടുത്താൽ പുണ്യം കിട്ടുന്ന കാര്യമാണ് എന്ന് പഠിപ്പിച്ചാൽ ആ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ മാത്രമാണ് നാം സ്വർഗത്തിലേക്ക് ഏറെ അടുക്കുക എന്നും അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് കരസ്ഥമാകുക എന്നും വിശ്വാസികൾ മനസ്സിലാക്കുന്നിടത്തു നിന്ന് അകന്നു പോയതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ താടി വെക്കുന്ന ആളുകൾ കുറയാൻ കാരണമായിട്ടുള്ളത്. അത് നമ്മൾ അംഗീകരിക്കും വേണം. ഒന്നുകൂടി വിശദീകരിച്ചാൽ, പരലോകത്തെക്കുറിച്ചുള്ള ഭയം ആളുകളുടെ മനസ്സുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട്. അത് ഒരു സത്യമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചക ചര്യകൾ, ഇന്ന കാര്യം ചെയ്താൽ നമുക്ക് പ്രതിഫലം കിട്ടും. അത് പ്രതിഫലം കിട്ടുക മാത്രമല്ല, നാളെ പരലോകത്ത് സുന്നത്തായ കർമ്മം, അതായത് എടുത്താൽ കൂലിയുള്ള കർമ്മങ്ങൾ, എടുത്തില്ലെങ്കിൽ ശിക്ഷയില്ലാത്ത കർമ്മങ്ങളും, അങ്ങനെയുള്ള കർമ്മങ്ങളുമായി പരലോകത്ത് ചെന്നാലും അള്ളാഹു നമ്മളെ ആക്ഷേപിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഞാൻ രോഗിയായി കിടക്കുമ്പോൾ നിങ്ങൾ എന്നെ എന്തുകൊണ്ട് വന്ന് നീ എന്നെ സന്ദർശിച്ചില്ല എന്ന് അള്ളാഹു ചോദിക്കുമെന്നാണ്. അപ്പോൾ അള്ളാഹുവിനോട് പറയും, നീ റബ്ബുൽ ആലമീനാണല്ലോ, നീ എങ്ങനെ രോഗിയാകുമെന്ന്. നിൻ്റെ അടുത്തുള്ള ഇന്നിന്ന രോഗി, ഇന്നിന്ന ആളെ പേര് പറഞ്ഞുകൊണ്ട് അയാൾ രോഗിയായി കിടന്നിരുന്നു, അവിടെ നീ ചെന്നിരുന്നെങ്കിൽ നിനക്ക് എന്നെ കാണാൻ കഴിയും എന്ന് അള്ളാഹു ചോദിക്കുന്നത് കൊണ്ട് തന്നെ സുന്നത്തായ കർമ്മങ്ങൾ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ അതിനുള്ള ആക്ഷേപവാക്കായി അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് അത് മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് കുറേ കുറവ് വന്നു. അപ്പോൾ നമ്മൾ എത്ര കണ്ട് സുന്നത്തുകൾ മനസ്സിലാക്കുകയും അത്രയും സുന്നത്തുകൾ ഞാൻ എടുത്താലാണ് എൻ്റെ പ്രതിഫലം കൂടുക എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും എല്ലാവരും സുന്നത്തെടുക്കുന്നതിലേക്ക് നമ്മളെ പ്രചോദനം ചെയ്യും. രണ്ടാമതായി, സുന്നത്തായൊരു കർമ്മത്തെ നമ്മൾ പരിഹസിച്ചാലോ, താടി വെക്കുന്ന ഒരാളെ നമ്മൾ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാകും എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കണമെന്ന് പറഞ്ഞെടുത്ത് വലാ തുബ്തിലു അഅമാലക്കും എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അമലുകളെ നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുതേ എന്ന്. അപ്പോൾ നമ്മൾ സുന്നത്ത് നമസ്കരിക്കുന്ന, 2 റക്അത്ത് നിസ്കരിക്കുന്ന, സുന്നത്തായി നിസ്കരിക്കുന്ന ഒരാളെ ചീത്ത പറയുകയോ ആക്ഷേപിക്കുകയോ ചെയ്താൽ അതുപോലെ തന്നെ ഗൗരവമുള്ള ഒരു വിഷയമാണ് താടി വെച്ച ആളുകളെ ആക്ഷേപിക്കുക എന്നുള്ളത്. കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളെ അടുത്ത് വരുന്ന ചില ആളുകളെ അടുത്ത് വരുന്ന ഒരു പാളിച്ചകളാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രമാണത്തെക്കുറിച്ചാണ്. അപ്പോൾ പ്രമാണങ്ങൾ മനസ്സിലാകുമ്പോൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എല്ലാ കർമ്മങ്ങൾക്കും അത് ഖുർആനിലും സുന്നത്തിലും തെളിവ് കാണും. അതില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇജ്മാ ആണ്. ഇജ്മാഇനും നേരത്തെ പറഞ്ഞു, അതിനും ഒരു പിൻഫലം ഖുർആനിലും ഹദീസിലും അതിൻ്റെ ഉണ്ടാകും. ഖിയാസിനും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഇതെല്ലാം തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഏതൊരു കർമ്മത്തിനും അത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിന് ഖുർആനിലോ സുന്നത്തിലോ വ്യക്തമായ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ടാണ് നാം പ്രവർത്തിക്കേണ്ടതെന്നും അതല്ലാതെ അതിനപ്പുറത്തേക്ക് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ എന്നുള്ളതിലേക്ക് പോയാൽ അത് നമുക്കേറെ പഴച്ചു പോവുകയും ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യട്ടെ. ഇന്ന് നമ്മളെ കൂട്ടത്തിൽ ചില ആളുകൾക്ക് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അത് ജീവിതത്തിൽ പകർത്തുന്നിടത്തിൽ ചില ഒരു സ്വന്തം മനസ്സിൽ കയറിയിട്ടുള്ള വലിയ പണ്ഡിതൻ പറഞ്ഞാൽ മാത്രമേ അയാളത് അംഗീകരിക്കുകയുള്ളൂ എന്നുള്ളിടത്തേക്ക് വരെ ചില ആളുകൾ മാറിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കിയും സ്വഹാബത്തിൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നില്ല. അള്ളാഹ് പറഞ്ഞു എന്ന് പറഞ്ഞ് കേട്ടാൽ മതി അവർക്ക്, അപ്പോൾ തന്നെ അവർ ജീവിതത്തിൽ പകർത്തുന്നവരായിരുന്നു. അതിൻ്റെ തെളിവാണ്
ദുൽഖിബലത്തൈനി എന്ന് പറയുന്ന ആ പള്ളിയിൽ വെച്ചുള്ള നമസ്കാരം ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു റക്കായത്ത് സുബഹിയുടെ ഫജറിൻ്റെ ഒരു റക്കായത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചപ്പോൾ ആ സന്ദർഭത്തിലാണ് ഒരാൾ വന്ന് പറയുന്നത്, പള്ളിയുടെ പുറത്ത് നിന്ന് പറയുന്നത്, കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് കൽപ്പന ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. നമ്മളെ നാട്ടിലാണ് ഇന്ന് ഖുർആനിൽ ഇങ്ങനെ ആയത്തുണ്ട് എന്ന് പറഞ്ഞാൽ വരെ നമ്മളാരെങ്കിലും അത് ചെയ്യുമോ? അവരെന്താ ചെയ്യുക? അല്ലെങ്കിൽ ഖുർആനിൽ ഇങ്ങനെ ആയത്തുണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുമോ? വിശ്വസിക്കേണ്ട കാര്യമാണെങ്കിൽ ഇല്ല. അവരെന്താ ചെയ്യുക? ഏറ്റവും കൂടുതൽ തനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട തൻ്റെ പണ്ഡിതനോട് അഭിപ്രായം ചോദിച്ചുകൊണ്ട് അയാളെ അഭിപ്രായത്തെയാണ് തൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഖുർആൻ മനസ്സിലാക്കുന്നിടത്ത് ആ പണ്ഡിതൻ്റെ അഭിപ്രായത്തെയാണ് കാണുന്നത്. അത് നമ്മുടെ കൂട്ടത്തിൽ ഒരു പിഴച്ച കാര്യമായിട്ട് കാണാം. എന്നാൽ സഹാബിമാർ ഉടനെ തന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചിട്ട് ചെയ്യാമെന്നല്ല അവർ പറഞ്ഞത്. ഒരു റക്കായത്ത് അങ്ങോട്ടാണെങ്കിൽ രണ്ടാമത്തെ റക്കായത്ത് കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചു. അതാണ് അള്ളാഹു പറഞ്ഞു എന്ന് പറയുമ്പോഴേക്ക് ജീവിതത്തിൽ മാറ്റം വരുത്തിയിരുന്ന ആളുകളാണ്. അതേപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുമ്പോഴും അതേപോലെ അവർ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അങ്ങനെയല്ല. പല വിഷയങ്ങളിലും ഖുർആനിൽ ഇങ്ങനെ ആയത്തുണ്ടല്ലോ, ആ ആയത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് വന്നാൽ വരെ അത് പ്രവാചകൻ്റെ വിശദീകരണമുണ്ട് എന്ന് പറഞ്ഞാലും അംഗീകരിക്കാത്ത അവസ്ഥയും നമ്മുടെ ചില പണ്ഡിതന്മാരുടെ അവനവൻ ഇഷ്ടപ്പെടുന്ന പണ്ഡിതന്മാരുടെ വാക്കുകളെ പിന്തുടരുകയും ചെയ്യുക എന്നുള്ള ഒരു പ്രവണതയാണ് ഇന്ന് ആളുകളിൽ കണ്ടുവരുന്നത്. വിശിഷ്യ മുജാഹിദ് പ്രസ്ഥാനത്തിൽ തന്നെ ചില ആളുകളെ കണ്ടുവരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അസ്സലാമു അലൈക്കും. ഒരു സംശയം കൂടി ചോദിക്കാമല്ലോ. പിന്നെ പ്രമാണങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പ്രമാണങ്ങളിൽ വ്യതിചലനം വന്ന കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. ചില ഹദീസുകളിൽ നിന്ന് ഷിർക്ക് വന്നുപോയ, ബിദഅത്ത് വന്നുപോയ ധാരാളം കൗമുകൾ നമ്മളെ ചുറ്റുപാടിലുണ്ട് സംഘടനകളായിട്ട്. അപ്പോൾ ഇത്തരം ആളുകൾ ആ വിഷയത്തിനെ കുറിച്ച് പറയുമ്പോൾ തെറ്റാണ് പറയാം. പക്ഷെ വേറെ കുറേ നല്ല കാര്യങ്ങൾ ദീനിൻ്റെ വിഷയങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് അറിയുക, പ്രബോധനം ചെയ്യാൻ വ്യത്യസ്തങ്ങളായ മാർഗ്ഗങ്ങളുണ്ട്. സ്റ്റാറ്റസ് വെക്കുക, വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്തരം ആളുകളുടെ വാദം പേച്ചതാക്കണം. പക്ഷെ ചില വിഷയങ്ങൾ അവർ നല്ലത് പറയും. അപ്പോൾ അത് സ്റ്റാറ്റസ് വെക്കുന്നതിലോ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലോ വല്ല തെറ്റുകളുണ്ടോ എന്നില്ല. മൻ ആന അല മഅസിയത്തിൻ കാന ശരീകൻ ലഹു ഫിഹാ വലോ ബിശത്രി കലിമത്തിൻ എന്നൊരു ഹദീസുണ്ട്. മൻ ആന അല മഅസിയ കാന ശരീകൻ ലഹു ഫിഹാ വലോ ബിശത്രി കലിമ. ഒരാളൊരു തിന്മയ്ക്ക് സഹായകമായാൽ അതൊരു വാക്കിൻ്റെ പകുതി കൊണ്ടാണെങ്കിലും അവൻ അതിൽ പങ്കാളിയാണെന്നാണ്. നമുക്ക് വളച്ചുകെട്ടില്ലാതെ അങ്ങ് പറയാം. നിങ്ങളിപ്പോൾ ഒന്ന് വളച്ചാ ചോദിച്ച്, ഞാൻ വളച്ചുകെട്ടില്ലാതെ മറുപടി പറയാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പം കടന്നു വരുന്ന കുറേ പ്രസംഗകന്മാരുണ്ട്. എന്നുവെച്ചാലേ മുഹ്സിൻ ഐദീദിനെ പോലെ, അമ്രാസ് ഹാരിസിനെ പോലെ, നായിബ് ബിൻ ഖാലിദിനെ പോലെ ഇങ്ങനെ കുറേ ആളുകളുണ്ട്. ഓല അടിസ്ഥാനപരമായി പിന്നെ ജിന്നുവാദത്തിൽ കുടുങ്ങി ഇവിടുന്ന് പോയ ആളുകളുടെ പിൻഗാമികളാണ്. അതായത് സക്കരിയ സ്വലാഹിയുടെ അനുയായികളാണവർ. ലാ ശക്ക ഫീഹി വലാ ഡൗട്ട് വലാ സംശയ വലാ സന്ദേഹ ഫീ. പക്ഷെ ഓല തൊപ്പിയും കുപ്പായവും താടിയൊക്കെ കണ്ടാൽ ആളുകൾ പറയും വലിയ ഉസ്താദാണ്, വലിയ ഷീഖാണ്, അയാൾ ഇങ്ങനെ നല്ലത് പറഞ്ഞു, ഇങ്ങനെ നല്ലത് പറഞ്ഞു, ഇങ്ങനെ നല്ലത് പറഞ്ഞു. നിങ്ങൾ ചോദിക്കുക അടിസ്ഥാനപരമായി അയാളോട് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഹയ്യും ഹാദറും കാദറുമായ ജിന്നിനോട് അതിൻ്റെ കഴിവിൽപ്പെട്ട സഹായം തേടിയാൽ ശിർക്കാണോ? ശിർക്കല്ലേ? അതിലൊരു വലിയ ഷീഖ് പറഞ്ഞത്, പണ്ഡിതന്മാരോടാണെങ്കിൽ ഞാൻ പറയും അതിൽ ശിർക്കല്ലാത്തതുണ്ട്, സാധാരണക്കാരോടാണെങ്കിൽ ഞാൻ പറയും അതെല്ലാം ശിർക്കാണ്. മനസ്സിലായോ? അപ്പോൾ ഉള്ളിൽ ശിർക്കിൻ്റെ ആ വിശ്വാസം കലർത്തി വെച്ചിട്ടാണ് പുറമേ ആളുകളെ കണ്ണിൽ പൊടിയിടാനും തൻ്റെ അനുയായിയാക്കാനും തനിക്ക് റീച്ച് കൂട്ടാനും തൻ്റെ ഫോളോവേഴ്സ് ആക്കാനും വേണ്ടി ഈ ആശയങ്ങളെ മറച്ചു വെച്ചുകൊണ്ടാണ് അവർ ഈ മധുര വർത്തമാനം പറയുന്നത്. യഥാർത്ഥത്തിൽ അത്തരം ആളുകളുടെ പിഴച്ച വാദത്തെ അവർ മടച്ചു വച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അത് പതുക്കെ പതുക്കെ തൻ്റെ ഇരയായി ബോധ്യപ്പെട്ടാൽ അങ്ങോട്ട് പോകും. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഈ ശിർക്കൻ വാദമൊന്നും ഇല്ലാതിരുന്ന ചില കുട്ടികൾ ഇത്തരം കെണിയിലകപ്പെട്ട് ഇപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അതൊരു ഖിലാഫി മസ്അലയല്ലേ, എന്തിനാ നമ്മൾ ചർച്ച ചെയ്യണത്? മനസ്സിലായോ നിങ്ങൾ? അതാണ് ഈ വിഷയം കൊണ്ടുവരുന്ന മഹാദുരന്തം. അതുകൊണ്ടാണ് അത്തരം ആളുകളുടെ ഞാനിപ്പോൾ പറയാം അവരുടെ സ്റ്റാറ്റസ് വെക്കരുത്, അവരുടെ കേൾക്കേണ്ടതില്ല,
എന്ന് പറഞ്ഞൊരു വലിയ സംഭവമൊന്നുമല്ല. കാരണം അവർ 2 ഗ്രൂപ്പുണ്ട്. ഫോട്ടോ വേണ്ടതും വേണ്ടാത്തതുമായ ഗ്രൂപ്പുകളുണ്ട്. നേതാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കശലുണ്ട്. ഇവർ സലഫി അല്ല എന്ന് മഞ്ചേരിക്കാർ പറയുന്നു, മറ്റവർ പറയുന്നു ഇവർ സലഫി അല്ല എന്ന് മറ്റവരും പറയുന്നു. അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണത്. എന്നാൽ നിങ്ങൾ കേട്ടോളീൻ, അവർ തന്നെ പരസ്പരം പറയുന്നുണ്ട് ഇന്ന ആളുടെ കേൾക്കരുത്, ഇന്ന ആളുടേത് കേൾക്കരുത്, ഇന്ന ആളുടേത് കേൾക്കരുത്. എൻ്റെ അടുത്ത് അതിൻ്റെ ഓഡിയോ വീഡിയോ ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഓല് തമ്മിൽ തന്നെ പ്രശ്നമാണ്. എന്തിനാണ് പോയി വെറുതെ വാല് വെക്കാൻ നിൽക്കണത്? മുമ്പ് ഒരു ഈർച്ച പിന്നെ മരമീറുന്ന ആളുകൾ മരമീർന്ന് പിന്നെ ഇടയ്ക്ക് വിശ്രമിക്കാൻ പോയപ്പോൾ അതിനൊരു ആപ്പ് വെച്ചിട്ട് പോയി. ഇത് കണ്ടൊരു കുരങ്ങന് ഭയങ്കര കൗതുകമായിട്ട് ഒരു കുരങ്ങൻ അവിടെ പോയിട്ട് എന്ത് ചെയ്തു? ആ ആപ്പ് വലിച്ചൂരി. ആ ആപ്പ് വലിച്ചൂരിയപ്പോൾ കുരങ്ങൻ്റെ വാൽ അതിൻ്റെ ഉള്ളിലായി. അതിന് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, എന്തപ്പോൾ കാട്ടേണ്ടതെന്ന് അറിയില്ല. അവസാനം അതിൽ കുടുങ്ങാന്നല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ശരിക്ക് ശ്രദ്ധിച്ചോളുക. നമ്മൾ പറയുന്നത് അഖീദയിൽ പിഴച്ച ഒരാളുടെ ഒരു നല്ല വർത്തമാനവും കേൾക്കേണ്ടതില്ല. നമുക്ക് അഖീദ നല്ലതായ ആളുകൾ എത്രയോ ആളുകളുണ്ട്. അഖീദ പിഴച്ച ഒരാളുടെ വർത്തമാനം കേൾക്കേണ്ടതില്ല. ഞാനൊരു സംഭവം പറയാം. അള്ളാഹുവിൻ്റെ സിഫത്തുമായി ബന്ധപ്പെട്ട ചർച്ച വരുമ്പോൾ ഇമാം മാലിക് റഹിമഹുള്ളയുടെ അടുത്ത് ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിനടുത്തൊരാൾ വരുന്നു, പിന്നെ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ കൈഫ ഇസ്തവ, റഹ്മാനായ റബ്ബ് അർശിൽ ആസനസ്സനായി എന്ന് ഖുർആനിലുണ്ട്, എങ്ങനെയാണത് ഉണ്ടാകുക, എങ്ങനെയാണതെന്ന് ചോദിച്ചു. മാലിക് ഇമാം വളരെ ഗൗരവത്തോടു കൂടി അതിന് മറുപടി പറഞ്ഞു. അൽ ഇസ്തിവാഉ മഅലൂം വൽ കൈഫിയ്യത്തു മജ്ഹൂല വസ്സുആലു അൻഹു ബിദ്അ വസ്തികാഖുഹു കുഫ്റുൻ വസ്സുആലു അൻഹു ബിദ്അ. ഇതെല്ലാം പറഞ്ഞു അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അതറിയപ്പെട്ടതാണ്, കൈഫിയത്ത് മജ്ഹൂലയാണ്, അത് സംശയിക്കൽ കുഫറാണ്, അതിനെപ്പറ്റി ചോദ്യം ചെയ്യൽ ബിദ്അത്താണ് എന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു ഇവനെ ഇവിടുന്ന് പുറത്താക്കി കേട്ടാൻ. കാരണം ഇവൻ ഈ വികണ്ഠവാദം ഉള്ളിൽ കടന്നുകൂടിയവനാണ്. ഇവനെ ഈ സദസ്സിൽ നിന്ന് പുറത്താക്കണം. കാരണം ഇവൻ്റെ ഷർറ് മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിങ്ങളെ നോക്കുമ്പോൾ ആളുകൾ വിചാരിക്കും മൂപ്പർ സ്റ്റാറ്റസ് വെച്ചിരിക്കണ്, നല്ല ആളായിരിക്കുമല്ലേ, നല്ല പ്രസംഗമായിരിക്കുമല്ലേ. അയാളിങ്ങനെ നോക്കി പോകുമ്പോഴാണ് അവസാനം ഇവരുടെ ഈ വലിയ അബദ്ധവാദത്തിലേക്ക് ഇവർ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത്തരം ആളുകളുടേത് നമ്മൾ കേൾക്കേണ്ടതില്ല, നമ്മൾ പ്രചരിപ്പിക്കേണ്ടതുമില്ല എന്ന് നമ്മൾ പറയാറുള്ളത്. എന്നാൽ അതൊരു കേൾക്കാൻ താല്പര്യമുള്ള ഒരാൾ അവരെന്താണ് പറയുന്നത്, അതിലെന്താണ് അബദ്ധമുള്ളത് എന്ന് പഠിക്കാനും മനസ്സിലാക്കാനും താല്പര്യമുള്ള ആളുകൾ അവർ കാണുകയും കേൾക്കുകയും നല്ലതും ചീത്തയും വേർതിരിച്ചോട്ടെ, കുഴപ്പമില്ല. അല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ഒരാൾക്കിലേക്ക് കൊടുത്ത് അവരുടെ വിശ്വാസം കൂടി ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിക്കരുത് എന്നതുകൊണ്ടാണ് നമ്മളിതിനെ സൂചിപ്പിക്കുന്നത്. സംശയമുണ്ടോ? അവസാനിപ്പിക്കല്ലേ? നന്ദിയല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. നേരത്തെ നസീറുദ്ദീൻ റഹ്മാനി പറഞ്ഞല്ലോ, മുഹമ്മദ് ഇദ്രീസ് ബിൻ ഷാഫി റഹിമഹുല്ലാ ഈജിപ്തിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പിന്നെ പുതിയ ഒരു ഗ്രന്ഥം എഴുതുന്നത്. അപ്പോൾ അതുവരെ അദ്ദേഹം എഴുതിയ ആ സംഭവങ്ങൾ അതുവരെ ഉണ്ടായിരുന്ന ആൾക്കാർ ആ നിയമം വെച്ചിട്ട് ആ ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ടാവും. ആ പ്രവർത്തിച്ചത് തെറ്റാകുമോ എന്നാണ് സംശയം. അതൊരിക്കലും തെറ്റാവില്ല. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തനിക്ക് കിട്ടിയ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ഗവേഷണം നടത്തുകയും ഒക്കെ ചെയ്ത് അയാൾ അതിൽ നിന്ന് വിഷയം മനസ്സിലാക്കി പറയുകയും ആ പറഞ്ഞത് പ്രമാണം അയാളുടെ മുന്നിൽ കിട്ടിയ പ്രമാണം വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ അദ്ദേഹത്തിനും കുറ്റമുണ്ടാവില്ല, അത് മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരാൾക്കും കുറ്റമുണ്ടാവില്ല. അതേ സമയത്ത് കുറ്റം എപ്പോഴാണ് വരിക? അദ്ദേഹം അത് തിരുത്തി.
അദ്ദേഹം അത് തിരുത്തുകയും അത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്ന സമയത്ത് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, സങ്കടപ്പെട്ട് കരഞ്ഞത് ഇമാം മുസ്നി തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം അത് തിരുത്തിയതും ആ പ്രമാണം ശരിയല്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടും എന്നിട്ടും ഒരാൾ മാറ്റം വരുത്താൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവിടെ മുതൽ അയാൾ കുറ്റക്കാരനാണ്, അയാൾ കുറ്റക്കാരനാകും. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം ഷാഫി മദ്ഹബിൽ അസ്വലാത്തു ഖൈറു മിനന്നൗം എന്ന് സുബഹി ബാങ്കിൽ വിളിക്കുന്ന സമ്പ്രദായം ഷാഫി ഇമാമിൻ്റെ കാലത്തില്ല. കാരണം ഷാഫി ഇമാമ് ആ വിഷയം ശരിയല്ല എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. എന്നാൽ പിൽക്കാലത്ത് ഷാഫി മദ്ഹബിൽ അതിന് പ്രമാണമുണ്ട്, അത് സ്വഹീഹായ ഹദീസുണ്ട് എന്ന് ബോധ്യപ്പെടുന്നു. ഇമാം നവവിയെ പോലുള്ള ആളുകളൊക്കെ അത് രേഖപ്പെടുത്തിയത് കാണാം. അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ അത് തിരുത്തണം. അത് തിരുത്താതെ പിന്നെയും മുന്നോട്ട് പോയാൽ അയാൾക്ക് അബദ്ധമാണ്, അയാൾക്ക് കുറ്റം കിട്ടും. അതേ സമയത്ത് തനിക്ക് കിട്ടിയ പ്രമാണം ശരിയാണ് എന്ന് മനസ്സിലാക്കി തൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാവുകയും അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തതും അത് ആരെങ്കിലോടും പറഞ്ഞിട്ട് അവർ ചെയ്തതും അബദ്ധമാവില്ല, അത് തെറ്റാവില്ല. അത് സ്വാഭാവികമായും നമ്മൾക്ക് മുന്നിലുള്ള ഒരു ആശയം മാത്രമാണ്. എന്നാൽ പ്രമാണം കിട്ടുമ്പോൾ മടങ്ങാതിരിക്കലാണ് അബദ്ധം, അതാണ് തെറ്റ്. അതിനയാൾക്ക് എന്ത് ചെയ്യും, കുറ്റം കിട്ടുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ അബദ്ധങ്ങളൊക്കെ ചെയ്തു വന്ന് നിൽക്കുന്ന ആളുകളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നില്ലയോ എന്ന്. താക്കീതുകാരൻ എന്ന് പറഞ്ഞാൽ ഈ വിഷയം ഇതാണെന്ന് ബോധ്യപ്പെടുത്തരുന്ന ആളാണ്. അങ്ങനെ ഒരാൾ വന്നില്ലയോ? വന്നു, എന്നിട്ടോ ഞങ്ങളത് മനസ്സിലാക്കിയില്ല, ഞങ്ങളത് ശ്രദ്ധിച്ചില്ല, ഞങ്ങളവരെ നിഷേധിക്കുകയാണ് ചെയ്തത്, അതിനാണ് കുറ്റം. അതേ സമയത്ത് നമുക്ക് മനസ്സിലായ പ്രമാണത്തിനനുസരിച്ച് ചെയ്യുന്നത് അബദ്ധമല്ല, കുറ്റമല്ല. പക്ഷെ അതിനേക്കാളും കൃത്യമായ പ്രമാണം വന്നാൽ അത് തിരുത്തണം, അത് മാറ്റം വരുത്തണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അസ്സലാമു അലൈക്കും. ഈ വിഷയമായി ഒന്നുകൂടെ കൂട്ടി പറയുമ്പോൾ നമ്മൾ പണ്ഡിതന്മാരെ കുറിച്ച് മനസ്സിലാക്കണം. ഇമാം ഷാഫി ആവട്ടെ, അബു ഹനീഫയാവട്ടെ, മാലിക് ആവട്ടെ, അഹമ്മദ് ബിൻ ഹംബലാവട്ടെ റഹിമഹുമുള്ള, ഇവരെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന ഒരു വിഷയം, ഇമാം ഷാഫി അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഉമ്മിൽ നിന്നുള്ളൊരു ഉദ്ധരണി ഞാൻ വായിച്ചു. അതിന് മനസ്സിലാവുന്നത് എന്ത് വിഷയം പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തെളിവുണ്ട്. ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ കൂടുതൽ പഠനത്തിനായി ഈജിപ്തിലേക്ക് അദ്ദേഹം പോയി. അവിടെ വെച്ച് പഠിച്ചപ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞ തെളിവിനേക്കാൾ ഏറ്റവും പ്രബലമായ തെളിവ് ഇന്നതാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇമാം ഷാഫിയെ പോലുള്ള ആൾ തിരുത്തിയത്. അപ്പോൾ ആ തിരുത്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്ന്. അതുപോലെ തന്നെ പണ്ഡിതന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത് ഫത്തുഹുൽ മുഈനിൽ പള്ളി ദർസ് പഠിക്കുന്നൊരു കിതാബാണ് ഫത്തുഹുൽ മുഈൻ. ഫത്തുഹുൽ മുഈനിലെ ഒരു ഭാഗമാണ് കിതാബുൽ വഖഫിനെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ വഖഫ് വസ്തു വിൽക്കാൻ പാടുണ്ടോ പാടില്ലേ എന്നൊരു ചർച്ചയിൽ പാടില്ല എന്ന് നിയമം പറഞ്ഞതിന് ശേഷം അതിന് ഇമാം ബുഖാരിയുടെ ഒരു ഹദീസ് തെളിവായി ഉദ്ധരിക്കുന്നു. എന്നിട്ട് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം ഫത്തുഹുൽ മുഈനിൽ എഴുതുന്ന ഒരു വാക്കുണ്ട്, അബൂ യൂസുഫ് പറഞ്ഞു. അബൂ യൂസുഫ് എന്ന് പറഞ്ഞാൽ ഇമാം അബു ഹനീഫയുടെ ശിഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉസ്താദ് ഇമാം അബു ഹനീഫ ഈ ഹദീസ് കേട്ടിരുന്നെങ്കിൽ അദ്ദേഹം അഭിപ്രായം തിരുത്തി പറയുമായിരുന്നു. അഥവാ വഖഫ് വസ്തു വിൽക്കാം എന്ന വീക്ഷണത്തിലായിരുന്നു ഇമാം അബു ഹനീഫ. അദ്ദേഹം ഈ ഹദീസ് കണ്ടിട്ടില്ല. ഈ ഹദീസ് ഉസ്താദ് കാണുകയാണെങ്കിൽ ഉസ്താദ് ഈ അഭിപ്രായം മാറ്റി പറയുമായിരുന്നു എന്ന് പറയുന്നത് അബു ഹനീഫയുടെ ശിഷ്യൻ അബു യൂസുഫും മുഹമ്മദ് എല്ലാവരും കൂടിയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തെളിവ്, ഒരു വിഷയം പറയുമ്പോൾ അവർക്ക് തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ പറയുന്നത്. ആ തെളിവ് അവർ പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞ അഭിപ്രായത്തോട് എതിരായി അതിനേക്കാൾ പ്രബലമായ ഒരു തെളിവ് വരികയാണെങ്കിൽ പണ്ഡിതന്മാർ അത് തിരുത്തുകയോ അല്ലെങ്കിൽ അവർ തന്നെ അത് തിരുത്തുകയോ പിൽക്കാല പണ്ഡിതന്മാർ തിരുത്തുകയോ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഇമാം നവവി, നമ്മൾ പഠിക്കുന്നൊരു പുസ്തകമാണല്ലോ ഇമാം നവവിയുടെ മിൻഹാജ്. ആ മിൻഹാജിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഇമാം നവവി ഉദ്ധരിക്കുന്നത് സുജൂദ് ചെയ്യുമ്പോൾ 7 അവയവത്തിൽ സുജൂദ് ചെയ്യേണ്ടതില്ല, ഒരു അവയവത്തിൽ സുജൂദ് ചെയ്താൽ മതി എന്ന് ഒരു അഭിപ്രായം പറഞ്ഞിട്ട്
അലൽ അൽഹരി എന്നൊരു പ്രയോഗം കാണാം. ഇമാം നബവി മിൻഹാജുൽ അലൽ അൽഹരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിന് തെളിവുണ്ട് എന്നിട്ട് തൊട്ടടുത്ത് അദ്ദേഹം പറയുന്നു കുൽത്തു എന്ന് പറഞ്ഞ് അദ്ദേഹം പറയാണ് 7 അവയവത്തിൽ സുജൂദ് ചെയ്യണം, അതിനാണ് ഏറ്റവും വലിയ തെളിവുള്ളത് എന്ന് പറഞ്ഞ് ഈ അഭിപ്രായം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ഇമാം റാഫി എന്ന് പറയുന്ന പണ്ഡിതൻ്റെ ഒരു ഗ്രന്ഥത്തിനെ അദ്ദേഹം എഡിറ്റ് ചെയ്തുണ്ടാക്കിയതാണ് മിൻഹാജ്. മുഹറർ എന്ന ഗ്രന്ഥത്തെ എഡിറ്റ് ചെയ്തുണ്ടാക്കിയതാണ് മിൻഹാജ്. ആ അഭിപ്രായത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായം സ്ഥാപിക്കുക. ഇതാണ് പണ്ഡിത ധർമ്മം. മറ്റാളുകൾ പലതും പറഞ്ഞിട്ടുണ്ടാവും, പല അഭിപ്രായങ്ങളും ഉണ്ടാവും. അവർ ആ അഭിപ്രായത്തിന് വിരുദ്ധമായി നമ്മൾ ഹദീസോ പ്രബലപ്പെട്ട ഹദീസോ അതല്ലെങ്കിൽ ഖുർആനിൽ നിന്നുള്ള വചനങ്ങളെ കൊണ്ട് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ആ അഭിപ്രായമായിരിക്കും ശരി. അതല്ലാതെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞു, അത് എത്ര വലിയ ഷെയ്ഖാണെങ്കിലും ശരി. ഇപ്പം നമ്മളെക്കുറിച്ച് പറയുന്ന വിഷയം എന്താ? നിങ്ങളുടെ ഇമാമ് ഇബ്നു തൈമിയ പറഞ്ഞു. ഇബ്നു തൈമിയയുടെ അഭിപ്രായം ഒന്നും നമുക്ക് ദീനിൽ തെളിവായി നമ്മൾ ഉദ്ധരിക്കുന്നില്ല. ഇബ്നു തൈമിയ ആവട്ടെ, ഇബ്നു ഖയ്യിം ആവട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരാവട്ടെ, അവരെക്കായൊക്കെ വലിയ ഇമാമിയങ്ങളാണ്. ഇമാം ഷാഫി ഇവരൊക്കെ അവരുടെ അഭിപ്രായങ്ങളും ഖുർആനിനോട് ഹദീസിനോട് എതിരായാൽ നമ്മൾ എന്താവും? അത് മാറ്റിവെക്കും. ഉദാഹരണം, നേരത്തെ പറഞ്ഞ സുബഹി നിസ്കാരത്തിലെ കുനൂത്ത് അനുവദനീയമാണ്, സുന്നത്താണ് എന്ന് പ്രഖ്യാപിച്ച ആളാണ് ഇമാം ഷാഫി റഹിമഹുല്ല. ആ അഭിപ്രായം എന്തുകൊണ്ട് മാലിക്കി മദ്ഹബോ ഹനഫി മദ്ഹബോ അതുപോലെ അഹമ്മദി മദ്ഹബോ അതല്ലെങ്കിൽ മറ്റ് സലഫികളായ ആളുകളൊന്നും സ്വീകരിക്കാത്തത്? അത് സ്വഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെട്ട അഭിപ്രായത്തിൽ റസൂലുള്ളാഹിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിന് അത് എതിരാണ്. റസൂലുള്ളാഹി അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ്. എന്നാൽ ഒരു സ്വഹാബി പറയുന്നുണ്ട്, കനത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സ്വലാത്തി സുബ്ഹി ഹത്താ ഫാറഖത് ദുനിയ, ഇഹലോകത്തുനിന്ന് വിരമിക്കുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത്ത് ഓതി എന്ന് പറയപ്പെടുന്ന ഹദീസ് ഏറ്റവും വലിയ ദുർബലമായ ഹദീസാണ് എന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തെളിവിൻ്റെ പിൻബലമില്ലാത്തത് കൊണ്ടാണ്. അല്ല ഇവിടെ മുജാഹിദിന് ഇങ്ങനൊരു വാദം, മറ്റുള്ളവർക്ക് ഇങ്ങനൊരു വാദം, അല്ലെങ്കിൽ മറ്റ് മദ്ഹബിലുള്ള വാദം എടുത്തുകൊണ്ടാണ് മുജാഹിദ് പറയുന്നത്. മുജാഹിദിന് അതിൻ്റെ ആവശ്യമില്ല. മുജാഹിദ് പറയുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എന്താണോ സ്ഥിരപ്പെട്ടത് അതാണ് ദീന്. ഇതാണ് നമുക്ക് ഈ വിഷയ സംബന്ധമായിട്ട് പറയാനുള്ളത്. അതാ വല്ലാഹു അലം. അസ്സലാമു അലൈക്കും. ഇതൊരു ആഡ് ചെയ്യാനുള്ള എന്താ വെച്ചാൽ, ഇമാം ഷാഫി ഈജിപ്തിലേക്ക് ചെന്നപ്പോൾ അവിടുന്ന് പഠിച്ചപ്പോൾ മാറ്റി എന്നുള്ളിടത്തൊരു മനസ്സിലാക്കിയെടുത്ത് നമുക്കൊരു ചെറിയൊരു മാറ്റം വരുത്തണം. അതെന്താ വെച്ചാൽ, പഠിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ അന്ന് ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഹദീസുകൾ ക്രോഡീകരിക്കപ്പെടാത്ത കാലം, കുറച്ച് ആൾക്കാർക്ക് കുറേശ്ശെ മാത്രമേ ഉള്ളൂ, മുഴുവനായി ക്രോഡീകരിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുമ്പ് അവർക്ക് അവിടെ നിന്നുള്ള സഹാബിമാരിൽ കണ്ട താബിയങ്ങളൊക്കെ കണ്ട അവരുടെ അടുക്കൽ നിന്ന് ഹദീസുകൾ കിട്ടുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന ഹദീസ് കിട്ടുമ്പോഴാണ് അവരത് മാറ്റിയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് ഇമാമിയങ്ങളുടെ അടുക്കൽ അഭിപ്രായ വിഭിന്നതകളും അതിൻ്റെ തിരുത്തലുകളും വന്നത്. അവരൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു കാര്യം സ്ഥിരപ്പെട്ട് വന്നാൽ അവരുടെ അഭിപ്രായങ്ങളെ അവർ മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായത്തെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് കാണാം. അസ്സലാമു അലൈക്കും. പ്രമാണങ്ങൾ എങ്ങനെ വായിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ കേട്ടത്. ഖുർആനും സുന്നത്തും അതിലൊരു കാര്യമുണ്ട് എന്ന് കണ്ടാൽ സമിഅന വഅതഅന, അതാണ് ഒരു സത്യവിശ്വാസി പാലിക്കേണ്ട ധർമ്മം. അതാണ് നമ്മളും പാലിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. മറ്റൊരു കാര്യം സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹ് പറഞ്ഞത് വെറും വാചകമായിട്ട് പറയാനല്ല, മറിച്ച് എന്താണ് ഞങ്ങൾ പിൻപറ്റേണ്ടത് എന്ന് ചോദിച്ചാൽ ഇതാണ് എൻ്റെ വഴി, ഇതാണ് എൻ്റെ വഴി, ഞാൻ ഈ ചെയ്യും പോലെ ചെയ്തോ എന്ന് പറയാനുള്ള ഒരു ത്രാണി, അതിനുള്ള ഒരു അവസ്ഥ
നമ്മളിൽ നിന്നുണ്ടാകണം, പ്രബോധകരായ നമ്മളിൽ നിന്നുണ്ടാകണം എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തെ ഒന്ന് പറയാനുള്ളത്, നമ്മൾ നമസ്കാരത്തിന് ബാങ്ക് കൊടുത്ത് 15 മിനിറ്റിന് ഇക്കാമത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ കൃത്യം 15 മിനിറ്റിന് നമ്മൾ ഇക്കാമത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ നോമ്പ് തുറക്കുന്നത് ഇത്ര സമയത്താണ് എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ നമ്മൾ നോമ്പ് തുറക്കാറുണ്ട്. ഈ കൃത്യനിഷ്ഠ വെറും നിസ്കാരത്തിനും നോമ്പിനും മാത്രമല്ല ഇസ്ലാം പഠിപ്പിച്ചത്. എല്ലാ കാര്യത്തിലും ഈ കൃത്യനിഷ്ഠ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അള്ളാഹു എനിക്കും നിങ്ങൾക്കും നമ്മൾ കേട്ടത് ജീവിതത്തിൽ പകർക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മാതൃകായോഗ്യമായിട്ടുള്ള ജീവിതം നയിക്കാനും അള്ളാഹു നമ്മെ തുണക്കട്ടെ. നമ്മളുടെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി പ്രകാശനത്തിന് വേണ്ടി ഫഹിദ് പൊന്നാനിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വ്യക്തിത്വങ്ങളെ, അധ്യാപകരെ, വിദ്യാർത്ഥി സഹോദരങ്ങളെ, അറിവാണ് ചെറുത്തുനിൽപ്പ് എന്ന പ്രമേയത്തോടു കൂടി ഇന്നും നാളെയുമായി നടത്തുന്ന ദഅ്വാ സമ്മേളനത്തിലെ 1ാമത് സെഷനായ പ്രമാണ വായനയുടെ രീതിശാസ്ത്രം എന്ന സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ സെഷന് സ്വാഗത പ്രഭാഷണം നടത്തിയ മുഹമ്മദ് ഷഹീൻ, അതുപോലെ തന്നെ ഈ സെഷൻ മോഡറേറ്റ് ചെയ്ത അബ്ദുൽ അസീസ് മദീനി, വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് സംസാരിച്ച നസീറുദ്ദീൻ റഹ്മാനി, അതുപോലെ തന്നെ അബ്ദുൽ അസീസ് മൗലവി, കൊമ്പൻ മുഹമ്മദ് മൗലവി എന്നിവർക്കെല്ലാം ജാമിയ നദ്വിയ MSM MGM സ്റ്റുഡൻസ് യൂണിയൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.